പോവാ. യേശുവിന്റെ നാമത്തിൽ സഹോദരിയുടെ വീട്ടിൽ കറങ്ങടിച്ചു നടക്കുന്ന ആ പെരുമാവിന്റെ ശക്തി പോലെ ആ നിൽക്കുന്ന ആ പൈശാച ശക്തിയെ ആ പെരുമാവിനെ നമുക്കറിയാമല്ലോ, വിഴുങ്ങിക്കളയാം. ഈ നമുക്ക് പെരുമാവിനെയൊക്കെ അറിയാമല്ലോ, എപ്പോഴും ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളൊക്കെ വിഴുങ്ങുക. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും വിഴുങ്ങിക്കൊണ്ടിരിക്കുക പിശാച്. നിങ്ങളുടെ കുഞ്ഞ് സമ്പത്ത് വന്നാലും അനുഭവിക്കാൻ പറ്റുന്നില്ല, വെറുതെ ഉപകാരമില്ലാതെ നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് കർത്താവിനകത്ത് വിടുതൽ തന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് ആ ആത്മാവിനെ കർത്താവ് എടുത്തു മാറ്റുക. ഒരു സ്തോത്രം പറഞ്ഞു. ജീസസ് ഒരു ആത്മസാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. ടച്ച് ഹോളി സ്പിരിറ്റ്, ജീസസ് യേശുവിന്റെ സാന്നിധ്യം ഇപ്പൊ സഹോദരിമാർ വരട്ടെ. താങ്ക് യു ജീസസ്. തൊട്ടിരിക്കുന്ന ആഴ്ച ഒരു സാന്നിധ്യം വരുന്നുണ്ടല്ലേ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുന്നില്ലേ? സഹോദരിമാർ ദൈവ സാന്നിധ്യം വരുന്നില്ലേ? പോയോ? ഓക്കെ. വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നേ? ഫീൽ ചെയ്യണ്ട. ദൈവസ്ഥാനത്ത് വന്നോടെ ഇത് ഇതാണ് നമ്മള് ഈ ഒരു ദൈവസ്ഥാനത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങൾ അല്ല ചുമ്മാ നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്നൊരു കാര്യമില്ല. നിങ്ങൾ ആരാ ഈ ഒരു ദൈവസ്ഥാനത്തിൽ എപ്പോഴും ഇതാണ് ദൈവസ്ഥാനത്തിൽ. ഈ ദൈവസ്ഥാനത്തിൽ നമ്മൾ കരച്ചിൽ വരും, നമുക്ക് ഡെലിവറൻസ് കിട്ടും, നമുക്ക് പാവബോധം വരും, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ഹസ്ബൻഡ് വിടുതൽ പ്രാപിക്കും, നമ്മുടെ ഭവനം പിടിക്കപ്പെടും. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. സത്യമാണ്, കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, അത്ര കരച്ചിൽ വരുന്നു. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവ്. മറ്റുള്ളവരൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദക്ഷിണോ ഞങ്ങളിപ്പോൾ ഡാളസിനടുത്താണ്, ലൂസ്വിൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ലൂസ്വിൽ ഡാളസിനടുത്താണ്. ഡാളസിൻ്റെ എയർപോർട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്, അല്ല ഡാളസ് എയർപോർട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെത്താം. എന്തെങ്കിലും നിങ്ങൾ ഡാളസ് വരുവാണെങ്കിൽ വീട്ടിലോട്ട് വെൽക്കം. നിങ്ങൾ കേരളത്തിലാണ്, എല്ലാവരും കേരളത്തിലാണെന്ന് വിചാരിക്കുന്നു. പിന്നെ 1-2 പേര് അമേരിക്കയിലാണെന്ന് മനസ്സിലായി. അപ്പം മിലിസിസ്റ്റിനെ വിളിക്കാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കാണ് അദ്ദേഹം, ഞാൻ BCA എന്ന് പറഞ്ഞ ചർച്ചിൽ 1.5 വർഷം ഉണ്ടായിരുന്നു, ബോസ്റ്റൺ. ഞങ്ങൾ ആദ്യം കണക്റ്റിക്കറ്റിലാണ് വന്നത്, പിന്നെ ബോസ്റ്റണിലോട്ട് മൂവ് ചെയ്തു. ഇവിടെ അമേരിക്ക വന്നിട്ട് 6 വർഷമായിപ്പോൾ. അപ്പോൾ 6 വർഷത്തിന് മുന്നേ ഞങ്ങൾ ആദ്യം ഒരു 1.5 വർഷം ബോസ്റ്റണിലായിരുന്നു. അപ്പം എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്താൽ, എനിക്ക് ദൈവം പറയുന്നത് കേട്ട് നടക്കുന്ന ഏറ്റവും ഇഷ്ടം എപ്പോഴും. അതുകൊണ്ട് വലിയ പാടാണ്, ജീവിക്കാൻ വലിയ പാടാണ്. കാരണം ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോഴത്തേക്ക് പലരും പറയുന്നത് കേൾക്കേണ്ടി വരും. എന്നാലും എല്ലാവരും മൂളും. ഞാൻ ആരും അവർ പറയുന്നതെല്ലാം റിജക്റ്റ് ചെയ്യത്തില്ല. ആരും പറഞ്ഞാലും കേൾക്കും. കേട്ടിട്ട് എന്നാലും നമ്മൾ ദൈവം പറയുന്നതനുസരിച്ച് പോകാനാണ് എപ്പോഴും താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇന്ന് 2 ദിവസമായിട്ട് ഞാനിങ്ങനെ ഈ വിഷയം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കർത്താവിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടായിരുന്നു നിങ്ങളോട്. ഒരു വചന ശുശ്രൂഷ ചെയ്യാനല്ല കർത്താവിനോട് പറഞ്ഞത്, പക്ഷെ എന്നാലും വചനത്തിലൂടെയൊക്കെ ഓർപ്പിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടൊരു മെസ്സേജ് ദൈവം തരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മെസ്സേജ് വെച്ചാൽ എല്ലാവരും എന്താ പറഞ്ഞത്, ജീവിതത്തിൽ ആവശ്യമായ ചില കാര്യങ്ങളാണ്. ദൈവമായിട്ട് എങ്ങനെ ക്ലോസർ, ദൈവമായിട്ട് നമുക്ക് എങ്ങനെ ക്ലോസ് ചെയ്യാം ടു ഗോഡ്. അതായത് ഹൗ ക്യാൻ ഐ ഹാവ് ക്ലോസ് ടു ഗോഡ്, എങ്ങനെ നമുക്ക് ദൈവമായിട്ട് ക്ലോസ് ആയി നടക്കാം. നമ്മളെല്ലാം അതാണ് ആഗ്രഹിക്കുന്നത്, എപ്പോഴും ദൈവമായിട്ട് ക്ലോസ് ആയി നടക്കാം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ലോകത്തൊന്നും ഇല്ലെങ്കിലും ശരി, ഭയങ്കര സന്തോഷം. ഇന്ന് രാവിലെ തന്നെ 2 പ്രാവശ്യം കർത്താവിനെ വിസിറ്റ് ചെയ്തു. എല്ലാ ദിവസവും കർത്താവിനെ വിസിറ്റ് ചെയ്യും. അത് നിങ്ങൾ ആദ്യം ഓർക്കുക, കർത്താവ് നമ്മളെ വിസിറ്റ് ചെയ്യും, തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യും കേട്ടോ. ഒന്ന് രാവിലെ 2 മണിക്ക് 3 മണിക്ക് അതിരാവിലെ വിസിറ്റ് ചെയ്യും. എല്ലാ ദിവസവും 2 മണിക്കല്ല 3 മണിക്കായിരിക്കും. നമുക്കറിയാം, കർത്താവ് വന്നിട്ട് അറിയാൻ പറ്റും. ഭാര്യ കൂടെ കിടപ്പുണ്ടെങ്കിലും ഭാര്യ അറിയത്തില്ല. എന്നെ ഒന്ന് ഡോറെ നോക്കിയും, ഭയങ്കര മര്യാദക്കാരൻ യേശു കേട്ടോ. എന്നെ നോക്കിയും, ഡോറെ വന്ന് നോക്കിയും, അല്ലെങ്കിൽ എന്നെ ബെഡേ വന്ന് തൊടും, അല്ലെങ്കിൽ എൻ്റെ കയ്യെ വന്ന് തൊടും. തൊട്ടിട്ട് എഴുന്നേക്കാൻ പറയും. അപ്പോൾ നമ്മൾ എഴുന്നേക്കും. ഒന്നെങ്കിൽ രാവിലെ വരും. മിക്കപ്പോഴും രാവിലെ വരും. അതിരാവിലെ വരും. 2 മണിക്ക് 3 മണിക്കൊക്കെ വരും. എന്നിട്ട് കുറച്ച് നേരം ദൈവസ്ഥാനം ഇരിക്കും. ഒന്നെങ്കിൽ വർഷിപ്പ് ചെയ്യും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം വചനം വായിക്കും. അപ്പം അങ്ങനെ ദൈവം പറയുന്നൊരു അങ്ങനെ പോകുന്നു. അപ്പം ഇന്ന് രാവിലെ വന്നില്ല കർത്താവ്. കാരണം ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. 1 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റു. ഞാൻ തന്നെ എഴുന്നേറ്റു. കർത്താവ് വിളിക്കുക, സാധാരണ കർത്താവ് വിളിക്കും. പിന്നെ ഞാനിപ്പോൾ അലാറം 1 മണിക്ക് വെച്ചാൽ 12 മുതലാകുമ്പോൾ കർത്താവ് വിളിക്കും. നല്ല ചോദിക്കുക, എന്തിനാണെന്നറിയാമോ? നീ അലാറത്തിൻ്റെ പുറത്തല്ല എഴുന്നേറ്റ്, ഞാൻ നിന്നെ വിളിച്ചിട്ട് എഴുന്നേറ്റെന്ന് പറയാൻ വേണ്ടി. ഞാൻ 2 മണിക്ക് അലാം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും? ഒരു അരമണിക്കൂർ മുന്നേ എന്നെ വിളിക്കും, എഴുന്നേക്കാൻ പറയും. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ കർത്താവ് എന്നെ വിളിക്കുന്നതിനാ, നീ അലാറം വെച്ചിട്ടല്ല, അല്ല ഞാൻ നിന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതാണ്.
അപ്പം ഞാനത് മനഃപൂർവ്വമായിട്ട് 1 മണിക്ക് അലാം വെച്ചു. അലാം അടിച്ചാണോന്ന് എനിക്കറിയത്തില്ല, ഇനി കർത്താവ് വിളിച്ചാണോ എന്തായാലും എഴുന്നേറ്റ് 1 മണിയായപ്പോൾ എഴുന്നേറ്റ്, വെളുപ്പിൻ്റെ 1 മണിക്ക്. എന്നിട്ട് ഏകദേശം ഭയങ്കര ഉറക്കം നല്ല മൂടായിരുന്നാലും കുറച്ച് നേരമൊക്കെ ദിവസം തീരുന്നു. നമുക്കറിയാം 1 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് വലിയ പാടാണ്. ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അവസാനം എനിക്ക് ജോലിക്ക് പോകണമായിരുന്നു, 4 മണിക്ക് ജോലിക്ക് കയറണമായിരുന്നു. അപ്പം പെട്ടെന്ന് ഡ്യൂട്ടി ഇട്ടവർ ഡ്യൂട്ടി ഇടുവാണെങ്കിൽ നമ്മൾ മീറ്റിംഗ് മാറ്റി വെക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും 3 മണി വരെ ഡ്യൂട്ടി ഇട്ടവർ, ഇല്ല 2:30 വരെ, 2:30 3 മണി ഉച്ച വരെ ഇട്ടു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. കർത്താവൊന്നും കൂടുതലൊന്നും പറഞ്ഞില്ല. കാരണം 2 ദിവസമായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ പറ്റി. ഇന്ന് രാവിലെ എന്നിട്ട് ഞാനിപ്പം ജോലിയിലിരിക്കുമ്പോൾ ആദ്യം ഒരു വിസിറ്റേഷൻ ഉണ്ടായി. 11 മണിയാകുമ്പോൾ കർത്താവിൻ്റെ ഇരിക്കും വന്നു. 11 മണിയാകും എനിക്കറിയാം, അമ്മ കർത്താവ് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം നിൽക്കത്തില്ല, 1 മിനിറ്റിന് താഴെ, ഏകദേശം 1 മിനിറ്റിന് താഴെ നിന്നത്. 1 മിനിറ്റിന് താഴെ വന്നു. എന്നെ തൊട്ട് തലോടിയിലൊക്കെ അങ്ങ് പോയി. അതിനുശേഷം വീണ്ടും ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വന്നു. അതൊരു 30-40 സെക്കൻഡ് വന്നു, 40 സെക്കൻഡ് അങ്ങേറ്റം അന്നൊന്ന് വിസിറ്റ് ചെയ്തിട്ട് കർത്താവ് പോയി. അപ്പോൾ ഇന്ന് രാവിലെ 2 പ്രാവശ്യം വന്നു. ഇപ്പോൾ എനിക്കിവിടെ 6:30, വൈകുന്നേരം 6:30 അപ്പോൾ അന്ന് രാവിലെ എനിക്ക് 2 പ്രാവശ്യം കർത്താവിലേക്ക് വന്നു. അത് തന്നെ എന്ത് വേണം, ഇത്രയും ഭൂമിയെ സ്വർഗവും ഈ നക്ഷത്രങ്ങളെല്ലാം ഉണ്ടാക്കിയ ആ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഇരിക്കെ വരിക എന്ന് പറഞ്ഞാൽ അതത്ര സന്തോഷം അല്ലേ. അപ്പം അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ആദ്യം യേശുവിനെ വിളിച്ചേ. നിങ്ങൾ പറ, ഹോളി സ്പിരിറ്റ് പ്ലീസ് കം ടു മീ. എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരാം. നിങ്ങൾ നിങ്ങളുടെ മൗത്ത് ഓപ്പൺ ചെയ്ത് പറ, കർത്താവേ ഞാൻ ഈ മുറിയിലായിരിക്കുന്നു, അങ്ങ് എൻ്റെ ഉള്ളിലോട്ട് വരണം, മുറിക്കുള്ളിലോട്ട് വരണം. പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങെ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. വെൽക്കം ഹോളി സ്പിരിറ്റ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വെൽക്കം ഹോളി സ്പിരിറ്റ്, വെൽക്കം ഹോളി സ്പിരിറ്റ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ നിങ്ങൾ ഇവരെത്ര പേരെന്ന് എനിക്കറിയത്തില്ല, നീ പറഞ്ഞിട്ടാണ് മിനിസ്റ്റർ ചെയ്യുന്നത്. സാറിന് ഞാൻ സൂം മീറ്റിംഗ് ചെയ്യാറില്ല, കുറവാണ്. പക്ഷെ കർത്താവ് പറഞ്ഞ് ചെയ്യും. കർത്താവ് നാളെ പറയാ, കർത്താവ് ഇത് ഷൂ നാക്കാൻ പറഞ്ഞാൽ ഞാൻ നക്കും. അതാണ് ദൈവം പറഞ്ഞ പോലെ നമ്മൾ കേൾക്കണം. അപ്പം ദൈവം പറഞ്ഞ് കേൾക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാരണം ഈസ് എ കിങ് അല്ലേ, നമ്മുടെ രാജാവാണ് യേശു. ആ യേശു പറയുന്ന പോലെ കേൾക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്തൊരു എക്സ്ക്യൂസും ഇല്ല. അപ്പം കർത്താവ് ഇവരെ എല്ലാവരും അരികിലോട്ട് യേശു കടന്നു വരണം. ഇന്ന് രാത്രിയിൽ ഇപ്പം അവർ വെളുപ്പിനിരിക്കുന്നവർ പരിശുദ്ധാത്മാവെ ഇവരുടെ മുറിക്കകത്തോട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവരുടെ അനുവാദമില്ലാതെ എനിക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിലെല്ലാം യേശു ഉണ്ട്, സമ്മതിക്കുന്നു കേട്ടോ. നിങ്ങളെല്ലാം വിളിച്ചതാണ്, നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടതാണ്, യേശു നിങ്ങളെല്ലാം ഉള്ളിലുണ്ട്. പക്ഷേ പ്രസൻസ് ഓഫ് ഗോഡ് വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. നിങ്ങൾ ആരാധിക്കും മനസ്സിലാകാം, അന്യഭാഷ പറയാൻ മനസ്സിലാകാം. പക്ഷേ എപ്പോഴും ദൈവസാന്നിധ്യം വേണം ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് വിളിക്കുക, ദൈവത്തെ വിളിക്കുക. ഹോളി സ്പിരിറ്റ് വെൽക്കം. കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞ വ്യക്തിയെ പോലെ നമ്മൾ കാണണം, ഒരു വ്യക്തിയെ പോലെ. എന്നെ കാണുന്ന പോലെ, നിങ്ങളെ കാണുന്ന മറ്റൊരാളെ കാണുന്നത് പോലെ ഒരു വ്യക്തിയെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കാണാമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അരികിലോട്ട് അടുത്ത് വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒന്നിച്ച് പറ, കർത്താവേ ഞാൻ അങ്ങേ വിളിക്കുകയാണ്. പറ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങേ വിളിക്കുകയാണ്. ഈ സമയത്ത് പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ അടുത്ത് വരണമേ. പരിശുദ്ധാത്മാവ് അടുത്ത് വരണം. പരിശുദ്ധാത്മാവില്ലാതെ ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ട. യേശുവില്ലാതെ ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ട. യേശുവില്ലാതെ, യേശുവിൻ്റെ സാന്നിധ്യമില്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കർത്താവെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിളിക്കുന്നു, ക്ഷണിക്കുന്നു. ഹോളി സ്പിരിറ്റ് വെൽക്കം ഹിയർ. എല്ലാവരും പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് വെൽക്കം ഹിയർ. എല്ലാവരും നിങ്ങൾ മുറിയിലോട്ട് യേശുവിനെ വിളിച്ചാൽ, പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ, ദൈവസാന്നിധ്യത്തിന് വേണ്ടി വിളിച്ചാൽ, യെസ്, ദൈവസാന്നിധ്യം ഇറങ്ങി വരട്ടെ. താങ്ക് യു ജീസസ്. ഈ ദൈവസാന്നിധ്യം ചില സമയത്ത് പെട്ടെന്ന് വരണമെന്നില്ല കേട്ടോ. നമ്മളൊരു ഡോക്ടറേക്ക് പോകണം, എന്ത് ചെയ്യും? നമ്മുടെ ഡോക്ടറെ കാണാൻ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം അപ്പോയിൻമെൻറ്റ് എടുക്കും. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അവർ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ പോയിരിക്കും. ഇത് കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് നേഴ്സുമാരായിരിക്കും ചിലപ്പോൾ. നേഴ്സ് വന്ന് പറഞ്ഞ് എല്ലാം ആപ്ലിക്കേഷൻ എല്ലാം ഇത് സൈൻ ചെയ്ത് അവസാനമാണ് ഡോക്ടർ ഒന്ന് വിളിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ചില സമയത്ത് യേശുവിനെ വിളിച്ചാൽ യേശു പറഞ്ഞൊന്നുമില്ല. നമ്മളെല്ലാം പറഞ്ഞ് 2-3 പേര് കൂടുതൽ നടുവിൽ യേശു ഉണ്ട്. അത് സത്യമാണ്. അത് വചനം പറയുന്നത് വചനമൊന്നും മാറിപ്പോകുന്നില്ല. 2 പേര് 3 പേര് കൂടുന്ന നടുവിൽ യേശു ഉണ്ട്. പക്ഷേ യേശു എവിടെ ഇരിക്കുന്ന എവിടെയാണ്? യേശു സ്വർഗത്തിലിരിക്കുക, പിതാവിന് വലതുവാതിരിക്കുക. അപ്പം ആ യേശു വരണമെങ്കിൽ ഭൂമിയിലുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം സ്കിൻലെസ് അല്ലെങ്കിൽ സ്കിന്നില്ലാത്ത
ഒരാൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ്? അത് യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പം ആ സ്കിന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഭൂമിയിൽ കർത്താവ് 33 വർഷക്കാലം സ്കിന്ന് അതല്ലെങ്കിൽ ബോഡിയോടുകൂടി ജീവിച്ചു. പക്ഷെ ഇന്നിപ്പോൾ ബോഡി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. 2-3 പേര് കൂടുന്ന നടുവിൽ യേശു കൊണ്ട് അത് സംഭവം ശരിയാണ്. അത് സാന്നിധ്യമാണ്. നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ ഒരു ദൈവസ്ഥാനത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആ ദൈവസ്ഥാനത്തെയല്ല, അത് യേശു വന്ന ദൈവസ്ഥാനത്തെയല്ല. നമ്മൾ സഭയിലൊക്കെ പറയും ദൈവസാന്നിധ്യം വന്നു. നോ, ആ ദൈവസ്ഥാനത്ത് യേശു വന്നല്ലത്. അത് നമ്മളിലുള്ള ദൈവസാന്നിധ്യം അതങ്ങോട്ട് ഇതാണ് എന്താ പറയുന്നത്, അത് വെളിയിലോട്ട് വരുന്നതാണ്. അതിന് നമ്മൾ ദൈവസ്ഥാനത്ത് എന്ന് പറയുന്നത്. റിയൽ ആയിട്ട് യേശു വന്നാൽ നിങ്ങൾക്ക് അറിയും. നോക്കിയേ, റിയൽ ആയിട്ട് യേശു ഏതൻ തോട്ടത്തിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവർ നഗ്നരാന്ന് മനസ്സിലായി അല്ലേ? കണ്ടോ? റിയൽ ആയിട്ട് യേശു നമ്മുടെ അരികെ വരുമ്പോൾ നമ്മൾ കരയാൻ തുടങ്ങും. കാരണം എന്താണെന്നറിയാം, നമ്മൾ പാവികളാണെന്ന് മനസ്സിലാവും. റിയൽ ആയിട്ട് യേശു നമ്മുടെ അരികോട്ട് കടന്നു വരുമ്പോൾ, ആ ദൈവസ്ഥാനത്ത് നമ്മൾ അടുത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ ആരോടും പിണങ്ങാൻ പറ്റത്തില്ല, ആരോടും വെറുപ്പ് തോന്നത്തില്ല. കാരണം യേശുവിൻ്റെ ഹാർട്ട് അന്നേരം നമുക്ക് തരുവാനിടയാവും. നിങ്ങൾ ലോകത്തിലെ എല്ലാവരും നിങ്ങൾ അന്നേരം സ്നേഹിക്കും, ഒരുപോലെ സ്നേഹിക്കും. അപ്പം ഒരാളുടെ അസൂയ പോലും തോന്നത്തില്ല. കാരണം എന്താണ്? യേശുവിൻ്റെ ഹാർട്ട് നമുക്ക് പകരുക. അപ്പം എനിക്കൊരാളെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ ഹാർട്ട് വെച്ച് എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ ഹാർട്ട് എനിക്ക് പകർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ വഴിയെ പോകുന്നൊരു വിഷക്കാരനെ, അയാൾ കുളിക്കാത്ത ആളായിരിക്കും, അല്ലേ, 5-6 ദിവസം കുളിക്കാത്ത ആളായിരിക്കും. നമ്മൾ അയാളുടെ അടുത്തൂടെ പോകുമ്പോഴത്തേക്ക് അയാളെ സ്നേഹിക്കണമെങ്കിൽ യേശുവിൻ്റെ ഹാർട്ട് വേണം, എന്നല്ല അയാളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കണമെങ്കിൽ യേശുവിൻ്റെ ഹാർട്ട് വേണം. നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് പറയുകയാണ്, അമ്മായിമ്മയെ സ്നേഹിക്കണം, നിങ്ങൾക്ക് അതെന്ത് പറയണം? യേശുവിൻ്റെ ഹാർട്ട് വേണം. യേശുവിൻ്റെ ഹാർട്ട് വന്നെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, യേശു വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ സ്നേഹം. നമ്മൾ സഭയ്ക്കകത്ത് നിന്ന് അടി ഉണ്ടാക്കുന്നതിനാ യേശുവിൻ്റെ സ്നേഹം ഇല്ലാത്തതുകൊണ്ട്, യേശുവിൻ്റെ ഹാർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സഭയിൽ ആരും ഇപ്പം നമ്മൾ പറയാൻ ദൈവസ്ഥാനത്ത് ഉണ്ടെന്ന് പറയുന്നോ? ദൈവസ്ഥാനത്ത് ഇല്ല. ഇന്ന് സഭകളിൽ ദൈവസ്ഥാനത്ത് ഇല്ല. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ടില്ല. പക്ഷെ യേശു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? 1 പാപബോധം ഉണ്ടാവും, 2 മിറക്കിൾസ് നടക്കും. മിറക്കിൾസ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് രോഗമാണെങ്കിലും ആ സമയത്ത് രോഗസൗഖ്യം നടന്നുകൊണ്ടിരിക്കും. ആരും വന്ന് കൈപിടിക്കണമെന്നില്ല, തുടരണമെന്നില്ല, പ്രാർത്ഥിക്കണമെന്നില്ല. കാരണം അത് ദൈവത്തിൻ്റെ ഒരു ദൈവം വന്നു കഴിഞ്ഞാൽ സംഭവം നടക്കും. റാസി മൽഖാന, ദൈവം വന്നു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. അതാണ് ദൈവത്തിൻ്റെ ഒരു ദൈവം അതാണ്. മനസ്സിലായോ? 1 പാപബോധം ഉണ്ടാവും, 2 ഭയങ്കര സ്നേഹമായിരിക്കും, 3 അത്ഭുതങ്ങൾ നടക്കും. അപ്പം പ്രത്യേകിച്ച് നമ്മൾ മിറക്കിൾസിന് കൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ അടുത്തെന്നറിയ ദൈവശബ്ദം കേൾക്കും, ദൈവം സംസാരിക്കും. അത് ഓടിപിള്ളായിട്ട് സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കാം, നമുക്ക് സ്വപ്നത്തിലൂടെ സംസാരിക്കാം, പല രീതിയിൽ ദൈവം സംസാരിക്കും. ഇപ്പം എൻ്റെ സബ്ജക്റ്റ് ഇത് ക്ലോസ് ടു ഗോഡ്. നമ്മളെ ദൈവത്തിൽ അങ്ങനെ അടുക്കുക, മാക്സിമം അടുക്കുക. നമ്മൾ അടുത്തെങ്കിൽ മാത്രമേ ഇതെല്ലാം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവവുമായിട്ട് എനിക്ക് എങ്ങനെ അടുത്ത ബന്ധം പുലർത്താനാകും? സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാ പറയുവാണെങ്കിൽ ചില സാക്ഷ്യങ്ങൾ പറയും. ഹല്ലേലൂയ. അപ്പോൾ ഇൻറ്റിമസി അല്ലേ, കർത്താവുമായിട്ടൊരു വലിയ ഇൻറ്റിമസി വേണം. യേശു പറഞ്ഞ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവരെന്നെ അനുഗ്രഹിക്കും. നിങ്ങൾ എത്ര പേരുണ്ട് യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നവർ? യേശുവിൻ്റെ ശബ്ദം കേൾക്കാതെ നിങ്ങളെങ്ങനെ വിശ്വാസികളാവും? നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സംഭവിച്ചു, നിങ്ങൾ സ്നാനപ്പെട്ട് സംഭവിച്ചു, നിങ്ങൾ വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നുണ്ടാവും. പക്ഷെ യേശുവിൻ്റെ ശബ്ദം കേൾക്കാതെ യേശുവിനെ എങ്ങനെ അനുഗമിക്കാൻ പറ്റും? മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ദൈവമക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധ അല്ലെങ്കിൽ ആത്മാവ് നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. ആത്മാവ് നയിക്കാതെ ആരും ദൈവത്തിൻ്റെ മക്കളല്ല. അപ്പം നിങ്ങൾ എന്ത് കൊടുക്കും, എന്ത് കുടിക്കും, എങ്ങനെ കിടന്നുറങ്ങും, എപ്പം പ്രാർത്ഥിക്കണം, എല്ലാം ആത്മാവ് നിയന്ത്രിക്കണം. അവരെ ദൈവമക്കളെന്ന് പറയുന്നത്. ആത്മാവ് നിയന്ത്രിക്കുന്നവർ മാത്രം ദൈവമക്കളാകത്തുള്ളൂ. ഞാൻ സ്വർഗത്തിൽ പോകുന്ന കാര്യം പോകത്തില്ലെന്ന കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ അതിനെപ്പറ്റിയല്ലേ പറയുന്നത്. ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമായിട്ട് ഒരു അടുത്ത ബന്ധം വളർത്തിയെടുക്കുക എന്നത് ഭയങ്കര പാടാണ്. എന്നാൽ ഏറ്റവും സിമ്പിളും ദൈവമായിട്ട് എന്താ പറയുക, ഒരു ബന്ധം സ്ഥാപിക്കുക. അത് യഥാർത്ഥത്തിൽ
നമ്മൾ പുതിയതായി ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു, നമ്മുടെ ആത്മാവുമായിട്ട് ക്രിസ്തു യോജിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് ആ വെള്ളം എവിടെ നിന്നെടുത്തോ അതേ പാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അതേ കുപ്പിയിൽ നിന്ന് നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം നമ്മൾ വേർതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ അകത്തോട്ട് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യേശു വന്നു കഴിയുമ്പോൾ നമുക്കതിനെ വേർതിരിക്കാൻ പറ്റത്തില്ല. അവിടെ ഉണ്ട്, ദൈവമുണ്ട് അവിടെ. അപ്പം നമ്മൾ പഴയ ഒരു ചെറു ക്രിസ്തുക്കൾ എന്നാണ് പറയുന്നത്. പണ്ടത്തെ കാലത്ത് വിശ്വാസികളെ പറഞ്ഞുകൊണ്ടിരുന്ന ചെറു ക്രിസ്തുക്കളാണ്. നമുക്ക് ബോഡിക്ക് വ്യത്യാസമുണ്ടെന്നുള്ളൂ, ഷേപ്പിന് വ്യത്യാസമുണ്ട്, നമ്മുടെ പേരിനൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ അകത്തിരിക്കുന്ന ഒരാളാണ്, ചെറു ക്രിസ്തുവാണ്. അപ്പം ഈ ക്രിസ്തു അനുദിനം വളർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ക്രിസ്തുവിനെ പോലെ അയച്ചുതരാൻ പറ്റത്തുള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങളെന്തിനാണ് ജനിച്ചത്? അപ്പോൾ പറയും ഞാൻ ജനിച്ചത് അമ്മയാക്കി തരാൻ വേണ്ടിനോ, ഞാൻ ജനിച്ചത് എനിക്ക് മക്കളെ വളർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറായി തീരാൻ വേണ്ടി. ഒന്നുമല്ല. എന്തിനാ ജനിച്ചതിനാണ്? നമ്മൾ ജനിച്ചത് യേശുവിനെ അറിയാൻ വേണ്ടി മാത്രമാണ്. കർത്താവായ യേശുവിനെ അറിയണം. ഇല്ലാതെ എങ്ങനെ നമ്മൾ അവിടെ സ്വർഗ്ഗത്തിൽ ചെല്ലുന്നത് എങ്ങനെയാണ്? നിത്യത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ബന്ധം ഇല്ലാത്ത ഒരാളെ കണ്ടാൽ നമുക്കൊരു പിടുത്തം കിട്ടത്തില്ല. അപ്പം ഭൂമിയിൽ നമ്മൾ യേശുവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആളെ പിടികിട്ടത്തുള്ളൂ, ആളെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ കാണാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ, റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്തോ കുഴപ്പമുണ്ട്. എന്തെങ്കിലും അവർക്ക് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ കുഴപ്പമുണ്ട്, ആരെയോ എന്തോ കുഴപ്പമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങൾ കേൾക്കുന്നില്ല, എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അത് കണ്ടുപിടിക്കണം നമ്മൾ. കാരണം ദൈവം സംസാരിക്കുന്ന ആളാണ്, എന്നും സംസാരിക്കും. രാവിലെ സംസാരിക്കും, ഉച്ചയ്ക്ക് സംസാരിക്കും, വൈകുന്നേരം സംസാരിക്കും. ചുമ്മാ മനുഷ്യനോട് ചോദിച്ചാൽ സംസാരിക്കും. മനുഷ്യനോട് നമ്മൾ സംസാരിക്കുന്ന പോലെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. അതിനകത്ത് വലിയ അന്യഭാഷ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഒത്തിരി ഫാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ചോദിച്ചാൽ കർത്താവ്, വെറുതെ ചോദിച്ചാൽ മതി. വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ സംസാരിക്കും. അപ്പം അത്രയ്ക്ക് സിമ്പിളാണ് കർത്താവ്. ആക്ച്വലി നമ്മളെല്ലാം കർത്താവിനെ പറ്റിച്ചുകൊണ്ടിരിക്കുക, നമ്മളെല്ലാവരും അല്ലേ, മിക്കവരും പറ്റിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കാര്യമല്ലേ പറയുന്നത്. നിങ്ങളെല്ലാം ആടെല്ലാം കൂടി തീരുമാനം എടുക്കും, ഞാൻ അത് ചെയ്തു എന്നൊക്കെ പറയും. എന്നിട്ട് ഇത്രയും നാളായി, 3-4 മാസമായി, എന്തെങ്കിലും ചെയ്തു നിങ്ങൾ? ഇല്ല. നമ്മളെല്ലാ ദിവസവും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്യാന്ന് പറയും. എന്നിട്ടും ചെയ്യോ? ഇല്ല. എന്നിട്ടും കർത്താവ് നമ്മുടെ അരികെ വന്നുകൊണ്ടിരിക്കുക അല്ലേ. പാവം, എന്ത് നല്ല കർത്താവ് നമുക്കുള്ളത്. നമ്മളെന്ത് മാത്രം അല്ലേ പറ്റിക്കുന്നുണ്ട്. അപ്പൊ ഈ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കേണ്ട ദൈവം ആഗ്രഹിക്കുന്നു. കാരണം അന്ധകാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ എന്ത് ചെയ്തു? ഈ ദൈവരാജ്യത്തെ കൊണ്ടുവന്നിരിക്കുക. അപ്പൊ ദൈവരാജ്യത്തിന്റെ രാജാവ് യേശുവാണ്. അപ്പൊ യേശു പറയുന്ന പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാം, മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവശബ്ദം കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവസാന്നിധ്യം മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്തുവാ? ദ റീസൺ ഫോർ ദിസ് ഈസ് ഒറ്റ കാര്യമുള്ളൂ, സിൻ ഇൻ അവർ ലൈഫ്. പാപമുള്ളത് കൊണ്ട്. ഓക്കെ, അതാണ് ഈ പാവം നമ്മളുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ചെറിയ പാവങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്, ചെറിയ പാവങ്ങളുണ്ട്. അപ്പം പാവം കിടക്കുന്നതുകൊണ്ട് ദൈവശബ്ദം വലിയ പാടാണ് കേൾക്കാൻ. പാവികളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ സത്യമല്ലേ, ശരിയാണ്. പക്ഷെ പാവം കിടക്കുന്നതുകൊണ്ട് ദൈവത്തിന് എടുക്കാൻ പറ്റത്തില്ല, ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല, കണക്ഷൻ കിട്ടത്തില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പാവമാണ് ദൈവശബ്ദം കേൾക്കുവാൻ ഭയങ്കര തടസ്സം. ഒന്ന് പാവം കേട്ടോ, ഭയങ്കര തടസ്സമാണ് പാവം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കിൽ മൈ ഫ്ലഷ് അല്ലേ, നമ്മൾ നമ്മുടെ ജഡത്തെ കൊല്ലണം. പക്ഷെ എങ്ങനെ കൊല്ലാൻ പറ്റും? ഞാൻ ഒരാളോട് പറഞ്ഞു കിൽ യുവർ ഫ്ലഷ് എന്ന് പുള്ളി കത്തിയായിട്ട് വന്നു കൊന്നുകളയാൻ പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ പൊൻ്റെ ആശാനം ഇങ്ങനെ കൊല്ലാനല്ല പറഞ്ഞത്, എൻ്റെ ഫ്ലഷിനെ കൊല്ലാൻ പറഞ്ഞത് എന്താ? നമ്മുടെ സോളിനെ കൊല്ലാൻ അല്ലേ, നമ്മുടെ ചിന്തകളെ കൊല്ലണം, നമ്മുടെ ജഡത്തെ കൊല്ലണം. അങ്ങനെയാണ്. എല്ലാവരും പറയും ഉപസിച്ച ജഡം ചാവും. നോ, ഉപസിച്ച ജഡം ചാവത്തൊന്നുമില്ല. ഉപസിച്ച ജഡം ആക്റ്റീവ് ആകത്തുള്ളൂ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, 2-3 ദിവസങ്ങൾ ഉപസിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഇത് 3-ാം ദിവസം കഴിയുമ്പോഴത്തെ നിങ്ങൾ ഇതുവരെ കാണാത്ത ആർത്തിയാണ് നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ജഡം വീണ്ടും ആക്റ്റീവായി അല്ലേ. നിങ്ങൾ ഉപവസിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ 3-ാം ദിവസം അല്ലെങ്കിൽ ഉപവാസം
കട്ട് ചെയ്യുന്ന ദിവസത്തിൽ എന്താണ് ഭയങ്കര ആർത്തിയില്ല നിങ്ങൾക്ക്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ജഡത്തിൻ്റെതായ എന്തെങ്കിലും ആയിക്കോട്ടെ, അവ ഉപവസിച്ചാൽ മാത്രം ജഡ ഒതുങ്ങത്തില്ല. ഉപവസിക്കും നമ്മളെ താഴ്ന്നു ധരിക്കാൻ വേണ്ടി, താഴുക അല്ലെ, ദൈവത്തിന്റെ താഴാൻ വേണ്ടി, ജഡം തകർക്കാൻ വേണ്ടിയല്ല ഉപവസിക്കുന്നത്. ഫ്ലഷിനെ കൊല്ലണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, എന്താണെന്നറിയാമോ? പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യം വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലഷിനെ കൊന്നു നിർത്താൻ പറ്റത്തുള്ളൂ. ഫ്ലഷിനെ നമ്മൾ ആക്റ്റീവ് ആക്കാൻ നിർത്തണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം വരണം. അപ്പൊ എപ്പോഴും ദൈവ സാന്നിധ്യം ഉള്ളവർക്ക് മാത്രമേ ഫ്ലഷിനെ ആക്റ്റീവ് ആക്കി നിർത്താതിരിക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഫ്ലഷിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ദൈവ സാന്നിധ്യം കൂടെ നിൽക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോശ സീനായ് മലയിൽ കയറി എത്ര ദിവസം വരുന്നു? ആദ്യമേ 40 ദിവസം വരുന്നു അല്ലേ? ഞാൻ സിമ്പിളായിട്ട് പറയുന്നത്, 40 ദിവസം ഇരുന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് വെള്ളവും കുടിച്ചില്ല, ആഹാരം കഴിച്ചില്ല. അദ്ദേഹത്തിന് വിശന്നേയില്ല, ഒരു ദാഹവും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു, ഒരു പരവേശവും ഇല്ല, ഒരു ക്ഷീണവും ഇല്ല. എന്താ? ദൈവസാന്നിധ്യത്താൽ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഗോഡില് അതിനെ ഫ്രീസ് ചെയ്തു, എല്ലാം ഫ്രീസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് എല്ലാം ഫ്രീസ് ചെയ്തു. നോക്കിയേ, അദ്ദേഹം താഴെ നിന്നിട്ട് പിന്നെയും കയറിപ്പോയി, വീണ്ടും 40 ദിവസം ഉപവസിച്ചു. അങ്ങനെയൊക്കെ മനുഷ്യൻ ഉപവസിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും. കർത്താവ് നോക്കി മരുഭൂമി ചെന്നിട്ട് വെള്ളവും കുടിച്ചില്ല, ആഹാരം കഴിച്ചില്ല, 40 ദിവസം ഉപവാസമായിരുന്നു. അപ്പൊ ഇന്റർപ്രിട്ടേഷൻസ് അവർ ഇതൊക്കെ പറയും, മരുഭൂമിയായിരുന്നു, അവിടെ വെള്ളം ഉണ്ടായിരുന്നൊക്കെ പറയാം. അതൊക്കെ വെറുതെയാണ്. കർത്താവ് പൂർണ്ണമായിട്ട് ഉപവസിക്കാറ്, ഉപവാസം പ്രാർത്ഥന പറഞ്ഞപ്പോ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ പാട്ടിൽ നിന്ന് ശബ്ദം എപ്പോഴുണ്ട്. ദൈവം സംസാരിക്കുന്നു, ദൈവശബ്ദം കേൾക്കാത്ത അവർ സിൻ റിമെയിൻസ്. എന്താണ്? നമ്മുടെ സിന്നാണ് അതാണ് നമ്മളെ കർത്താവ് നകറ്റിക്കളയുന്നത്. താങ്ക് യു ജീസസ്. അപ്പം ഈ കർത്താവുമായിട്ട് ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഗ്ലോറി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. യേശുവായിട്ട് എപ്പോഴും ഫെലോഷിപ്പ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ പാവം എപ്പോഴും വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ഭാഗത്തുള്ള, ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് വരത്തില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമേ പാവം വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ചേർത്ത് ജീവിക്കുന്നവരാണ്. പാവം ദൈവത്തിന്റെ ഭാഗത്ത് വരത്തില്ല. അപ്പം ദൈവം നമ്മളെ അകന്നു പോകും. അപ്പം ദൈവമായിട്ട് സമ്പൂർണമായ ഒരു കൂട്ടായ്മയും ഒരു തടസ്സമായി തുടരുന്നത് നമ്മുടെ പാവം. താങ്ക് യു ജീസസ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പോൾ ഇങ്ങനെ പറയുന്നത്. എന്താണ് പോൾ എഴുതുന്നുണ്ട്? എവിടെയാ? ഏകദേശം ഫിലിപ്പിയിലെ, അതായത് ഞാൻ ഈ ലോകത്തിൻ്റെതായ എല്ലാം കളഞ്ഞിട്ട് ക്രിസ്തുവിനോട് വേർപെടാൻ ആഗ്രഹിക്കുന്നു അല്ലേ പൗലോസ് പറയുന്നു. അതായത് എൻ്റെ കർത്താവുമായിട്ട് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ഞാൻ ലോകത്തിൻ്റെ എല്ലാം ചപ്പും ചവറുമായിട്ടെണ്ണമെന്ന് പൗലോസ് പറയാനിടയായി. ലോകത്തിൻ്റെ എല്ലാം ചപ്പും ചവറുമായിട്ടെണ്ണം. കാരണം എന്താണ്? എല്ലാം റബ്ബിഷ് നമ്മളോട് ഇംഗ്ലീഷിൽ പറയുന്നത്, റബ്ബിഷ് എന്ന് പറയുന്നത്. കാരണം പുള്ളിക്ക് മനസ്സിലായതുകൊണ്ട് ദൈവസ്ഥാനം പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് അറിയാം. ലോകത്തിൻ്റെതെല്ലാം നമ്മൾ ചപ്പും ചവറുമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യത്തിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. നല്ല ദൈവസാന്നിധ്യത്തിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. താങ്ക് യു ജീസസ്. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 8-9 വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും. അതാണ് പൗലോസ് പറഞ്ഞത്, കർത്താവിന് വേണ്ടി അല്ലെ യേശുവിന് വേണ്ടി ഞാൻ സകലവും നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നു. സകലവും നഷ്ടപ്പെടുത്തി. അവയെന്ത് ചെയ്തു? ചവിട്ടുകുറ്റയ്ക്കകത്തെറിഞ്ഞു. അതിനെ ഒരു റബ്ബിഷായിട്ടാണ് പൗലോസ് കാണുന്നത്. കാരണം അതിനാണ് ഞാൻ ക്രിസ്തുവിനെ നേടുവാൻ, അവനെ കണ്ടെത്തുവാൻ വേണ്ടി, ന്യായപ്രമാണത്തിൽ നിന്ന് എൻ്റെ സ്വന്തമായ നീതിയിലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വരുന്ന നീതിയെ പിടിക്കാൻ വേണ്ടി. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ യേശുവിൻ്റെ കൂടെ നടക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുക. ക്ലോസ് വാക്ക് വിത്ത് ജീസസ്, വാക്ക് വിത്ത് ജീസസ്. അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ചെയ്യേണ്ട വേൾഡ് ക്ലോസ് ചെയ്യണം. അപ്പം ഞാൻ എങ്ങനെ വേൾഡ് ക്ലോസ് ചെയ്യാൻ പറ്റും? വേൾഡ് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എടുത്ത് കളയണം. വേൾഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10 പ്രാവശ്യം ന്യൂസ് കേൾക്കുന്ന ആളാണെങ്കിൽ കളയണം. ഒരു ന്യൂസ് പേപ്പർ മുഴുവൻ വായിക്കുന്ന ആളാണെങ്കിൽ വേണ്ടാന്ന് വെക്കണം. അത്യാവശ്യം ഹെഡിങ് മാത്രം വായിച്ചാൽ മതി. നമ്മൾ 10 പേര് ഒരു ദിവസം വിളിക്കുന്ന ആളാണെങ്കിൽ അത്യാവശ്യം 1-2 കാര്യത്തിന് ഒരാൾ വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ.
ഉള്ള വാട്സപ്പ് മെസ്സേജുകളെല്ലാം നോക്കുന്ന ആളാണെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യണം. എൻ്റെ വാട്സപ്പ് മെസ്സേജ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 1000-600 മെസ്സേജ് ഇപ്പോഴും വന്ന് കിടക്കുക. ഞാനൊന്നും നോക്കാറില്ല. ആരെങ്കിലും പേഴ്സണലായിട്ട് വിളിക്കുക, അല്ല പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാൽ മാത്രമേ നോക്കാറുള്ളൂ. ഒരു ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തില്ല. നിങ്ങൾ ചിലപ്പോൾ ടി വിയുടെ മുന്നിൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ലോകത്തിൻ്റെതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ കർത്താവുമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഞ്ചൽസിനെ കാണാൻ പറ്റും, ഈവൻ ഡീമൻസിനെ കാണാം. പിശാചിനെ കാണാൻ പറ്റും, ഡീമൻസിനെ കാണാൻ പറ്റും, ദൈവദൂതന്മാരെ കാണാൻ പറ്റും. നിങ്ങൾ വേറൊരു എല്ലാം അതിൽ വേറൊരു മണ്ഡലത്തിലൂടെ ദൈവം കൊണ്ടുപോകാനുണ്ട്. എപ്പോഴും നിങ്ങളൊക്കെ ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അയാളുടെ പുറകെ നിൽക്കുന്ന ആത്മാവ് ആരാന്ന് ദൈവം വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ നിൽക്കുവാണ്, അയാളുടെ പുറകെ നിൽക്കുന്ന പിശാചാണോ ദൈവമാണോ ദൂതനാണോ എന്ന് അന്നേരം കാണാൻ പറ്റും. കാരണം എന്താണ്? നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആ പ്രസൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രസൻസ് കൂടെ എപ്പോഴും നമ്മൾ ചുറ്റിനുണ്ട്. അത് രുചിച്ചറിഞ്ഞ് നമ്മളെപ്പോഴും നടക്കുന്നത് ആ പ്രസൻസിൽ. ആ പ്രസൻസ് നമ്മളൊന്ന് വിട്ടുപോകുന്നില്ല. ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ ചുറ്റി കറങ്ങി നിൽക്കുക. അപ്പം ആ പ്രസൻസ് നിൽക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഒരാളെ കാണുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം അന്നേരം കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അവരുടെ ഉള്ളിലുള്ള ആത്മാവ് എന്താണ്. ശാപമാണോ, അതോ പിശാചാണോ, അതോ ഡീമനാണോ, അവരെന്താണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയാൻ കാരണം എന്താണ്? നമ്മൾ ലോകം കട്ട് ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യം കൂടുവാനിടയാവും. ലോകം കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ വർഷിപ്പ് സോങ് കേട്ടോ, നല്ല വർഷിപ്പ്. നമ്മൾ ഈ കാണുന്ന ലോകത്തിലെ ക്രിസ്ത്യൻ ഗാനങ്ങളൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഫാഷനാണ്. ലോകത്തിൽ ഇപ്പോൾ ഈ കാണുന്ന യൂട്യൂബിൽ കാണുന്ന ആൾക്കാർ നടക്കുന്നു, ഇരിക്കുന്നു, പാടുന്നു ഒക്കെ വെറും ഷോയാണ്. നമ്മളെങ്ങനെയല്ല, റിയൽ ആയിട്ടുള്ള പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് പാടുന്ന ക്രിസ്തീയ ഗാനങ്ങളുണ്ട്. ശരിക്ക് വർഷിപ്പ് സോങ്സുണ്ട്. അത് ഇംഗ്ലീഷാണ്, മലയാളത്തിലൊക്കെ ഉണ്ട്. ഞാൻ കിടന്നുറങ്ങുമ്പോൾ അതിട്ടാണ് കേൾക്കുന്നത്. അതിട്ട് കേട്ടോണ്ടാണ് ഉറങ്ങുന്നത്. എൻ്റെ വൈഫിനും ശീലമായി. നേരത്തെയൊക്കെ പറയാൻ സൗണ്ട് കുറയ്ക്കാൻ പറയാൻ, ഇപ്പോൾ ഒന്നുമില്ല, പുള്ളിക്കാരത്തി ശീലമായി. നല്ല കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. അപ്പോൾ വർഷിപ്പിൻ്റെ അകത്ത് നമ്മൾ കിടന്നുറങ്ങുന്നത്. കാരണം ദൈവസ്ഥാനത്ത് അവിടെ നേരം ദൂതന്മാരിറങ്ങി ഇറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇറങ്ങുന്നത്. കാറിലിരിക്കുമ്പോൾ വർഷിപ്പ് ചെയ്തുകൊണ്ട് നടക്കുമ്പോഴിരിക്കുമ്പോൾ എല്ലാ വർഷിപ്പ് സോങ്സ് എല്ലാം വീടുകളിലെല്ലാം ഞാനിങ്ങനെ വർഷിപ്പ് സോങ് ഇട്ടിരിക്കുക എല്ലായിടത്തും പല സമയങ്ങളിൽ ഞാനുള്ളപ്പോൾ. അപ്പം എന്താ പറയുക, ദൈവസാന്നിധ്യം എങ്ങനെ നിൽക്കും. അപ്പം ദൈവസാന്നിധ്യം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറയാൻ കാരണം അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം. അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യം വരത്തുള്ളൂ. എനിക്കറിയാം ഇതൊന്നും കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇങ്ങനെ ആരും പറയാൻ കേട്ടിട്ടില്ലായിരിക്കും. ഇപ്പം വിടുന്നില്ല, ഇപ്പം നിനക്ക് ഡെലിവേഴ്സ് നോ അങ്ങനൊന്നും കിട്ടത്തില്ല, ഒക്കെ വെറുതെ ചുമ്മാ പറയുന്നതാ. പണ്ടൊരാളെന്നോട് പറഞ്ഞ പോലെ പക്ഷേ പറയുമ്പോഴത്തേക്ക് ദൂത് കൂട്ടി പറഞ്ഞു, ദൂതങ്ങ് വെച്ച് താങ്ങിക്കോളാം. എങ്ങനെ ദൂത് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് പറഞ്ഞങ്ങോട്ട് അങ്ങനെ ദൂത് പറയാൻ പറ്റത്തില്ല, പറയാൻ പറ്റൂല്ല. ഇല്ല, അതൊക്കെ മാനുഷികമായി പോകും. ദൈവസാന്നിധ്യം നമ്മൾ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൂത് വരും, വെളിപ്പാടുകൾ വരും, ദർശനങ്ങൾ വരും, പ്രവചനം വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഹീലിങ്സ് നടക്കും. ഞാനിപ്പോൾ എനിക്ക് എത്ര വർഷമായെന്ന് അറിയത്തില്ല. ഇവിടെ കർത്താവ് നമ്മളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കർത്താവ് സൗഖ്യമാകും. 1-2 ദിവസം സഫർ ചെയ്യായിരിക്കും, പിന്നെ കർത്താവിനെ സൗഖ്യമാക്കും. അപ്പൊ ഇതെല്ലാം കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ വിളിച്ചു വരുത്തുക. എങ്ങനെ? അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. അറ്റ്മോസ്ഫിയർ ലോകത്തെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ആരോടും മിണ്ടാം, അത്യാവശ്യ കാര്യങ്ങൾ മിണ്ടാം, ആരെയും വിളിക്കാം, അത്യാവശ്യം കഴിക്കാം, എല്ലാം കഴിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ ആദ്യം കർത്താവാണ്. കർത്താവോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്യാവുള്ളൂ. അപ്പോൾ there are 5 basic things we can do to have closer relationship with God. 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഞാൻ പറഞ്ഞ പോലെ ആ കൂടെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ ഓർപ്പിക്കുക. അപ്പം ഇത്രയും നേരം പറഞ്ഞത് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്, ദൈവം പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു, അത്രേ ഉള്ളൂ. ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ടുകൾ എല്ലാം ഇരിപ്പുണ്ട്, പക്ഷേ അതൊന്നും അല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാം. ഇതിനകത്ത് എന്തായാലും നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തിട്ട് ജീവിതത്തിൽ കൊണ്ടുവരണം. അടുത്ത ബന്ധം
നമ്മൾ ദൈവമായിട്ട് പുലർത്തുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് 5 അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഫസ്റ്റ് എന്താണ്? ഡെയിലി ഒരു ഹാബിറ്റാക്കി മാറ്റണം. എന്താണ്? ഗോഡ് ഇസ് ടു മേക്ക് എ ഡെയിലി ഹാബിറ്റ്. എന്താണ് ഹാബിറ്റാക്കി മാറ്റേണ്ടത്? കൺഫെഷൻ. പാപങ്ങൾ ദൈവസന്നിധി പറയുന്ന ഒരു ഹാബിറ്റാക്കി മാറ്റണം. എല്ലാം കൂടെ രാത്രിത്തേക്ക് വെച്ചേക്കരുത് പ്ലീസ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലത്. എന്നാലും നമ്മൾ മനുഷ്യനാണ്, പറഞ്ഞു പോകും, അല്ലെങ്കിൽ തെറ്റ് ചെയ്യും. അന്നേരം ദൈവത്തോട് പറയാം സോറി. സോറി എന്ന് പറയാൻ ചുമ്മാ വായുകൊണ്ടല്ല കേട്ടോ, നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ നിന്ന് വേണം പറയാം. ഞാനൊരു പാവം ചെയ്താൽ ഞാൻ കരഞ്ഞു പോകും. അന്നേരം കർത്താവിൻ്റെ മുഖത്തോട്ട് പോകും. കാരണം ഞാൻ അന്നേരം എനിക്കറിയാം കർത്താവ് കൂടെ ഉണ്ടല്ലോ. ഞാൻ അറിഞ്ഞോ അറിയാതെ ഒരു പാവം ചെയ്ത് ഞാൻ ഇങ്ങനെ കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞു പോകും. അന്നേരം കരയും. ഞാൻ റോഡിലായാലും ശരി, ജോലിയിലായാലും ശരി, എവിടെയായാലും ഞാൻ അറിയാതെ കരയും. കാരണം അത് കർത്താവ് ഞാൻ ചെയ്തു പോയി എന്ന് പറയാം. നമ്മൾ പറയത്തില്ലേ, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ അന്നേരം കരയും. ഞാൻ അന്നേരം കരയും. കാരണം എൻ്റെ ഹൃദയത്തിന് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല അന്നേരം. ചെറിയ പാവലും വലിയ പാവങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെറിയ പാവം ചെയ്യും. പക്ഷെ അന്നേരം ആ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്നതാണ്. പക്ഷെ അന്നേരം പെട്ടെന്ന് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ആ ദൈവസ്ഥാനത്ത് അന്നം വരുമ്പോൾ, ആ ദൈവസ്ഥാനത്ത് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ അത് ഓർമ്മ വരും. അല്ലെങ്കിൽ കർത്താവ് ഞാൻ ചെയ്തു പോയി. അന്നത്തെ ദിവസം നമുക്ക് പിന്നെ അത് ഭയങ്കര പ്രയാസമായിരിക്കും. അവിടെ എപ്പോഴും ഒരു കൺഫ്യൂഷൻ. നമ്മളെപ്പോഴും ഒരു കുമ്പസാരം, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ദൈവമായിട്ടൊരു കുമ്പസാരം. എപ്പോഴും നമ്മൾ ദൈവമായിട്ട് അടുത്ത ബന്ധം പുലർത്തുവാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ആദ്യത്തെ കാര്യം, നമ്മുടെ പാപം തുറന്ന് സംസാരിക്കണം, തുറന്ന് പറയണം. അത് ശീലമാക്കണം. നമ്മൾ ശീലമാക്കണം. ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം ദൈവത്തോട് പറയണം, ശീലമാക്കണം നമ്മൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്ത കാര്യം, പണ്ടൊക്കെ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അത് ഓർമ്മപ്പെടുത്തും. അന്നേരം പറയണം, അന്നേരം ഓർമ്മപ്പെടുത്തുന്നില്ല. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിലേ വരത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ലോകത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരുന്ന ഒന്നും കിട്ടത്തില്ല. ഞാൻ ഉദാഹരണം എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ മാർക്കറ്റിൽ പോയി നിന്നിട്ട്, നിങ്ങൾ മാർക്കറ്റിൽ പോയി നിൽക്കുക, അയല കിടപ്പുണ്ട്, മത്തി കിടപ്പുണ്ട്, അത് കിടപ്പുണ്ട്, ഇത് കിടപ്പ്, എല്ലാം കിടപ്പുണ്ട്, ചുറ്റും കിടപ്പുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം ഇതിന്റെ എല്ലാം വില പറഞ്ഞുകൊണ്ടിരിക്കുക, ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പോയി നിൽക്കുക. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇടയിൽ ഒരു സൂസി ഉണ്ടെങ്കിൽ, അപ്പോൾ ദൈവം അവിടെ നിന്ന് വിളിക്കുക. സൂസി എന്ന് വിളിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചുറ്റും നോക്കും. ആരെ സൂസി എന്ന്, ആരെ വിളിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ട് നിങ്ങളൊരു പാർക്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു സ്വസ്ഥമായ റൂമിലോ, അതായത് യേശു പറഞ്ഞ നീ മുറിക്കാതിരുന്ന് പോയി പ്രാർത്ഥിക്കാൻ മതി. നീ മുറിക്കാതെ കയറി നിന്റെ വാതിലടച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പറഞ്ഞു അല്ലേ? കാരണം എന്താണ്? അവിടെ വെച്ച് ദൈവത്തെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് ദൈവം സംസാരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തും. പണ്ട് നമ്മൾ ചെയ്ത രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ചെയ്ത പാവങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും പാവം ചെയ്യുമല്ലോ അല്ലേ? രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ കുറേ പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ ഓർമ്മപ്പെടുത്തും. അപ്പം ദൈവത്തോട് ക്ഷമ ചോദിക്കാം. അപ്പൊ ഇതെല്ലാം ക്ഷമ ചോദിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ ക്ഷമ ചോദിച്ചില്ല, അവിടെ ചെല്ലുമ്പോൾ വലിയ പ്രശ്നമാണ്. അവിടെ ചെല്ലുമ്പോൾ ന്യായവിധിന് മുന്നിൽ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പം ദൈവം ചോദിക്കും. അതിലിപ്പോൾ അത് ഇവിടെ ക്ഷമ ചോദിച്ചിട്ട് പോകുന്നില്ല നല്ലത്. ഇവിടെ ചെല്ലാം ക്ലിയർ ഔട്ട് ചെയ്ത് ക്ലീൻ ആയിട്ട് പോകുന്നത് എപ്പോഴും നല്ലത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവത്തിന് പറഞ്ഞു. അപ്പോൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ പാപം ഒരു തടസ്സമാണെങ്കിൽ നമ്മളുടെ കൺഫെഷൻ എന്താണ്? നമ്മൾ ഏറ്റു പറയുമ്പോൾ ആ പാപം, when confession of sin before God, he promised to forgive us. നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കുന്നു. 1 യോഹന്നാൻ 1:9. അപ്പം ആ ഫൊർഗീവ്നെസ്സിലൂടെ എന്ത് ചെയ്യും? റീസ്റ്റോർ ചെയ്യും നമ്മളെ റിലേഷൻഷിപ്പ്. പാപം ക്ഷമിക്കുമ്പോഴത്തേക്ക് നമ്മൾ റീസ്റ്റോർ ചെയ്യും, നമ്മുടെ റിലേഷൻഷിപ്പ് വർദ്ധിക്കും. അവിടെ നിങ്ങൾ ആരെങ്കിലും തല്ലി ഒഴിച്ചിട്ട് അവസാനം നമ്മൾ ക്ഷമ ചോദിച്ചിട്ട് പറ്റിപ്പോയി, പിള്ളേരോടാണ് ആരോടെന്ന് ചോദിച്ചേക്കും, തല്ലെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോയി പറയാം പറ്റിപ്പോയി, അന്നേരം സാഹചര്യം എങ്ങനെയായിരുന്നു, ക്ഷമിക്കണം. നിങ്ങൾ പിന്നെ ഒരു കെട്ടിയൊക്കെ പിടിച്ചല്ലേ, ഉമ്മയൊക്കെ പിടിച്ചാൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ആരോടെല്ലാം പിള്ളേരോടാണെങ്കിലും വഴക്ക് പിടിച്ചാലും വഴക്ക് പറഞ്ഞാൽ ചിലപ്പോഴത്തേക്ക് പറയും പോട്ടറ, അല്ല ക്ഷമിക്കാൻ പറയും. അപ്പം അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാവോട് നമ്മൾ ക്ഷമ ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ്? ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവുക. അവിടെ വീണ്ടും കർത്താവിനെ അടുക്കുക, ആ സ്നേഹബന്ധം കൂട്ടുക. ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ പറഞ്ഞെന്താണ്? തന്റെ വഷളായ നമ്മുടെ ബന്ധത്തെ എന്താണ് പുനഃസ്ഥാപിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, പാപം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസ്ഥാനത്ത് അനുഭവിക്കാൻ പറ്റത്തില്ല. കൺഫെഷനാണ്. താങ്ക് യു ജീസസ്. ഞാൻ പറഞ്ഞതുപോലെ വെറുതെ ഒരു സോറി പറഞ്ഞിട്ട് പോകുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവിനോട് പറയണം.
ഉള്ളിൽ നിന്ന് ഖേദിക്കണം എപ്പോഴും നമ്മൾ ഏറ്റുവാണ്. മനുഷ്യരോട് പറഞ്ഞിട്ടെല്ലാം നമ്മൾ പറയണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തോട് നമ്മൾ പറയുമ്പോഴത്തേക്ക് ചില സമയത്ത് ദൈവം പറഞ്ഞ് മനുഷ്യരോട് പോയി ക്ഷമ ചോദിക്കാൻ പാടില്ല ചില സമയത്ത്. അപ്പം നമ്മൾ ചോദിച്ചേ പറ്റത്തുള്ളൂ. നോക്കിയാൽ യേശുക്രിസ്തുവിനെ ക്രൂശിൽ കയറ്റിയപ്പോഴത്തേക്ക് തൻ്റെ പാപമാണെന്ന് തിരിച്ചറിയാതെ ഒരാളുടെ ഏറ്റുപറച്ചിലാണ് കാണുന്നുണ്ടോ അവിടെ, അല്ലേ? താങ്ക് യു. ക്രിസ്തു 12 വായിക്കാൻ പറയാം. ഗാഡ് മേഴ്സിഫുൾ ടു മീ എ സിന്നർ. അയാൾ പറയാണ്, കള്ളം പറയാം. എന്താണ്? ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നോട് ദയ കാണിക്കണം, കരുണ കാണിക്കണം. ഈ ഡേവിഡിന്റെ പുസ്തകം നമ്മളറിയാം. കിങ് ഡേവിഡ് റോട്ട് സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം. ആ ഹൃദയം നൊന്താണ് ഡേവിഡ് പറയുന്നത്, അല്ലേ? ദാവീദ് പറയുന്നത്, ദാവീദിന്റെ സങ്കീർത്തനമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി. ഹൃദയം നൊന്താണ്. 51 സങ്കീർത്തന 17 വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഹൃദയം നൊന്ന്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ദാവീദ് കരഞ്ഞാ പറയുന്നത്, ദൈവത്തോട് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഭാവിയായ ദൈവം എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നത് ഒരു ഭാവിയായ മനുഷ്യൻ. ഏതാ? ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ കാണാം. എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ വരുന്നത്, നിലവിളിക്കുക. അപ്പൊ ദാവീദിന്റെ സങ്കീർത്തനങ്ങളും അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം ഒക്കെ വായിക്കുമ്പോൾ പറയാം, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ദൈവത്തോട് നിലവിളിക്കുന്നത്. അപ്പൊ അത് ഒന്ന് നമുക്ക് ആ പോയിന്റ് അവിടെ വിടാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാലും ദ സെക്കൻഡ് തിങ്സ് we can do to have a closer relationship with God, to listen when God speaks. എന്താണ്? ദൈവം സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദൈവവുമായിട്ട് അടുത്ത ബന്ധം പുലർത്താൻ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന രണ്ടാമത്തെ വിഷയം എന്താണ്? ദൈവം സംസാരിക്കും ശ്രദ്ധിക്കുക. ഒന്ന് ഞാൻ പറഞ്ഞ പാവങ്ങളെ കഴുകണം. 2 ദൈവമായിട്ട് അടുക്കുവാൻ ദൈവം പറഞ്ഞ് കേൾക്കാം, ശബ്ദം കേൾക്കാം. ഒരുപക്ഷെ ചിലരൊക്കെ ചെവിയിലൂടെ കേൾക്കാം, ചിലരുടെ ഹൃദയത്തിലൂടെ ആയിരിക്കും സംസാരിക്കുന്നത്, ചിലരുടെ സ്വപ്നത്തിലൂടെ ആയിരിക്കും സംസാരിക്കുന്നത്, ചിലരുടെ വചനത്തിലൂടെ സംസാരിക്കും. പല രീതിയിൽ പലരോട് പല രീതിയിൽ കർത്താവ് ഇടപെടുന്നത്. അതെങ്ങനെ വേണം ഇടപെടാം. ചില പിള്ളേരിലൂടെ ഇടപെടാം, പ്രവാചകന്മാരിലൂടെ ഇടപെടാം. ഹല്ലേലൂയ. അപ്പം ദൈവം സംസാരിക്കുന്നതിന്റെ ശബ്ദം നമ്മൾ കേട്ട് നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കാൻ തുടങ്ങുമ്പോൾ, അത് നമ്മൾ സറണ്ടർ ചെയ്യണം കേട്ടോ. സറണ്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവവുമായിട്ട് വീണ്ടും അടുക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് അനേകരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന വലിയ പറഞ്ഞു ദൈവം ശരിക്കാത്ത സംസാരം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ദൈവം അല്ലാതെ സംസാരിക്കും, പല രീതിയിൽ സംസാരിക്കും ദൈവം. ഞാൻ പറഞ്ഞല്ലോ, വചനത്തിലൂടെ സംസാരിക്കാം, നമ്മുടെ ഉറക്കത്തിൽ സംസാരിക്കാം, പല രീതിയിൽ സംസാരിക്കാം. പ്രവാചകന്മാരോട് സംസാരിക്കാം, ഹൃദയത്തിൽ സംസാരിക്കാം. അപ്പൊ ദൈവം സംസാരിച്ച ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല. ദൈവം ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മറന്നു പോകത്തില്ല. ദൈവം നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, സ്വപ്നത്തിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ മറന്നു പോകത്തില്ല. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വപ്നം മറന്നു പോയെങ്കിൽ ദൈവത്തിൻ്റെതല്ല. ദൈവം കാണിച്ച സ്വപ്നമാണെങ്കിൽ ഒരിക്കലും മറക്കത്തില്ല. പിശാച് സ്വപ്നം കൊണ്ട് തരും കേട്ടോ. അത് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചോ. ദൈവമില്ലാത്ത സ്വപ്നങ്ങൾ കണ്ടിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുവാണെങ്കിൽ അന്നേരം ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചോ. എഴുന്നേറ്റ് പറഞ്ഞ യേശുയുടെ നാമത്തിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്ത് പറയാം, ഞാൻ കണ്ട സ്വപ്നം യേശുയുടെ നാമത്തിൽ ക്യാൻസൽ ചെയ്യണം എന്ന് പറയാം. ഹല്ലേലൂയ. ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മളെ ഈ ഏറ്റവും കൂടുതൽ ഉറപ്പായിട്ട് ദൈവം തന്നിരിക്കുന്ന വചനമാണ്, അല്ലെ? വചനത്തിലുള്ള പ്രവചനമാണ് ഏറ്റവും കൂടുതൽ ഉറപ്പായിട്ട് തന്നിരിക്കുന്നത്. മറ്റെല്ലാം നമുക്ക് നമ്മളോട് ദൈവം ഇൻഡിപെൻഡന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രവചനം എന്ന് പറഞ്ഞാൽ ബൈബിളാണ്. ആ പ്രവചനത്തിലൂടെയാണ്, വചനത്തിലൂടെയാണ് ദൈവശബ്ദം നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അതിനെന്ത് ചെയ്യണം നമ്മൾ? രണ്ടാമത്തെ പോയിന്റ് എന്താ? ദൈവമായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദൈവവചനം എന്നും വായിച്ചുകൊണ്ടിരിക്കണം. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ദൈവവചനം വായിച്ചിരിക്കണം, ഫുള്ള് A to Z. നിങ്ങൾ ബൈബിൾ ഫുള്ള് വായിച്ചു വരുന്ന കൈയൊന്ന് ഉയർത്തിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ ഫുള്ള് വായിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എന്താ പറഞ്ഞത്, ഉൽപ്പത്തി മുതലും വലിയ വെളിപ്പാട് വരെ. പലരും മ്യൂട്ട് ചെയ്യുന്നുണ്ട്, പലരും വീഡിയോ ക്ലോസ് ചെയ്യുന്നുണ്ട്. ദൈവമക്കൾ അങ്ങനെ നിങ്ങൾക്കൊരു ലെറ്റർ തന്നു കഴിഞ്ഞാൽ ഫുള്ള് വായിക്കണം, അല്ലേ? ഫുള്ള് വായിക്കണം. ദൈവം ഒരു ലെറ്റർ തന്നിരിക്കാം നമുക്ക്. അപ്പോൾ ഓരോ വർഷത്തിലും മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിച്ചിരിക്കണം.
നമുക്ക് തന്നിരിക്കുന്നത് ബൈബിൾ വായിച്ചിരിക്കണം. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ബൈബിൾ വായിച്ചിരിക്കണം. 2-3 പ്രാവശ്യം വായിച്ചാൽ ഏറ്റവും നല്ലതാണ്. മറ്റെല്ലാ പുസ്തകത്തെക്കാളും വലുതാണ് ബൈബിൾ. കാരണം ബൈബിളിലൂടെയാണ് കർത്താവ് സംസാരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഗോഡ് ബ്രീത്തഡ് എന്നായിരിക്കും, ദൈവത്തിൻ്റെ ശ്വാസത്താലാണ് സ്ക്രിപ്റ്റേഴ്സ് ദാറ്റ് വി ബിക്കം അവിടെ സ്ക്രിപ്ചറായിട്ട് വന്നിരിക്കുന്നത്. അതാണ് തിമോത്തി പറയുന്ന 3:16-17 പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുമെഴുത്തലുകളുടെയാണ് നാം സകല നല്ല പ്രവർത്തിക്കും പൂർണ്ണമായി സജ്ജീകരിക്കുന്നതാണ് തിമോത്തി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാത്രമേ നമ്മളെ ക്രിയ നടക്കത്തുള്ളൂ. നമ്മളെ വേറെ മണ്ഡലത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റും, നമ്മളെ ഒന്ന് ആള് മാറാൻ പറ്റത്തുള്ളൂ. വചനം വേണം എപ്പോഴും. വചനത്തിലെ ശക്തി ഇരിക്കുന്നത്. പവർ വേണമെങ്കിൽ നമുക്ക് വചനം ഉള്ളി വേണം. സോ ഇഫ് യു വാണ്ട് ടു ഗ്രോ ക്ലോസർ ടു ഗോഡ് വി ഷുഡ് റീഡ് ഹിസ് വേർഡ്. എപ്പോഴാണ്? റെഗുലർലി, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും എല്ലാം വായിച്ചുകൊണ്ടിരിക്കണം. വായിച്ച് എഴുന്നേറ്റ് പറഞ്ഞാൽ വചനം വായിക്കണം. നിങ്ങൾ വാട്സപ്പെല്ലാം തുറക്കണ്ട കേട്ടോ. പലരും ആദ്യം എഴുന്നേറ്റ് എന്താ നിങ്ങൾ നോക്കുന്നത്? ആരൊക്കെ മെസ്സേജ് അയച്ചെന്ന് നോക്കുന്നു, വാട്സപ്പ് നോക്കും. നോ, ആദ്യം നേരെ കണ്ണുപോകേണ്ടത് എവിടെയാണ്? ബൈബിളിനത് കണ്ണുപോകേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങളത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ദൈവസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദൈവമായിട്ട് ക്ലോസ് ആവും. ഓണേ പറയുന്നത് എങ്ങനെ ദൈവമായിട്ട് ക്ലോസ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ദൈവമായിട്ട് എങ്ങനെ അടുക്കാൻ പറ്റും, ദൈവത്തോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും, ദൈവം നിങ്ങളോട് എങ്ങനെ സംസാരിക്കും, ദൈവമായിട്ട് അസാന്നിധ്യങ്ങൾ നിലനിൽക്കാൻ പറ്റും. അപ്പോൾ രാവിലെ എഴുന്നേറ്റുള്ള മെസ്സേജ് നിങ്ങൾ നോക്കേണ്ടതെന്നാണ് ദൈവത്തിൻ്റെ വചനം നോക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം റെഗുലർലി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് എല്ലാം കിട്ടുന്ന സമയം എല്ലാം വായിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. വേർഡ് ഓഫ് ഗോഡ് ലിസണിങ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ വേർഡ് ഓഫ് ഗോഡ് ലിസൺ ചെയ്യണം. അതെന്താണ്? ഡെയിലി കേട്ടോണ്ടിരിക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കിട്ടുമ്പോൾ വൈകുന്നേരം കിട്ടുമ്പോൾ എല്ലാ സമയം കിട്ടുമ്പോൾ ഇത് വായിച്ചു മതി. 5 ചാപ്റ്റർ ദിവസം വായിച്ചാൽ മതി, 3 ചാപ്റ്റർ വായിച്ചാൽ മതി. പക്ഷേ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് തീർക്കാൻ പറ്റും. അപ്പം ദൈവത്തോട് കൂടുതൽ എടുക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അവൻ്റെ വചനം ക്രമമായി വായിക്കണം. ആദ്യം തൊട്ട് അവസാനം വായിക്കണം, ക്രമമായിട്ട് വായിക്കണം. അവിടെ ഇവിടെ എല്ലാം നോക്കി വായിക്കരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരാളെ പറഞ്ഞു 30 ലക്ഷം രൂപ കടമായി. 30 ലക്ഷം രൂപ കടം എങ്ങനെയായി? ഒരാളെ സഹായിച്ചതാണ്. ഞാൻ ചോദിച്ചാൽ അതങ്ങനെ ആര് പറഞ്ഞു? നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞു? ദൈവം പറഞ്ഞു നിങ്ങളോട് 30 ലക്ഷം കൊടുക്കുക, എന്നിട്ട് കടവായോ? അത് ഞാൻ പ്രാർത്ഥിക്കും. ആരെങ്കിലും വന്ന് പൈസ വന്ന് അവരൊന്ന് ആ വ്യക്തി വന്ന് പൈസ ചോദിച്ചപ്പോഴത്തെ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്ന് നോക്കുമെന്ന്. അപ്പം ദൈവം പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. എന്താ മണ്ടത്തിലാണ് നമ്മൾ കാണിക്കുന്നത്? നമ്മളിത് ആരെ നിങ്ങളോട് പറഞ്ഞു തന്നത്? അതെൻ്റെ വെല്ലുമിച്ച് പറഞ്ഞു തന്നോ? നമ്മൾ എന്തെല്ലാം മണ്ടത്തരം കാണിക്കുന്നതിനോ? ദൈവം സ്ഫുടമായിട്ട് നമ്മൾ സംസാരിക്കും. അങ്ങനെ നമ്മൾ തുറന്നു നോക്കി വചനം അതൊക്കെ ഫൂളിഷ്നെസ്സാണ് കാണിക്കുന്നത് നമ്മൾ. അപ്പം അവിടുത്തെ വചനം സ്ഥിരമായിട്ട് നമ്മുടെ ഉള്ളിൽ വരണം. അപ്പം വചനം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നമ്മുടെ ജഡത്തിനെ പോഷിപ്പിക്കുന്നത് പോലെ ആത്മാവിനെ പോഷിപ്പിക്കണമെങ്കിലും വചനം ചെല്ലണം. അപ്പം ആ വചനത്തിലൂടെയാണ് ദൈവം സംസാരിക്കുക. ചിലരോട് ഹൃദയത്തിൽ സംസാരിക്കുക വചനത്തിലൂടെ ആയിരിക്കും. വചനത്തിലൂടെ ദൈവം സംസാരിക്കും. എപ്പോഴും ദൈവം വചനത്തിലൂടെ സംസാരിക്കും. പ്രോഫറ്റിക് ഓഫ് വചനമാണ് ദൈവം തരുന്നത്. കൂടുതൽ വചനം തരും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരിക്കലും ഞാനിങ്ങനെ രാവിലെ പ്രാർത്ഥിച്ച പെട്ടെന്ന് തന്നെ ആത്മവിവശതയെ കൊണ്ട് ആത്മവിവശത നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്ലൈഡ്സ് കിട്ടുന്നത് ആത്മവിവശതയെ കൊണ്ടുപോയിട്ട് എന്നെ ആത്മാവിനെ ദൈവം എടുത്തുകൊണ്ട് പോയിട്ട് എന്നെ കാണിച്ച് ഈ വെളിപ്പാട് പുസ്തകത്തിലൊരു വചനമുണ്ട്. എന്തറിയാമോ? അഗാധകൂപം എന്ന് കേട്ടിട്ടുണ്ട്. അഗാധകൂപം അഗാധകൂപത്തിൽ കൊണ്ട് കാണിച്ചു. അഗാധകൂപം അതിന് എൻഡ്ലെസ് ആട്ടോ. അതിന് അടി കാണാൻ പറ്റത്തില്ല. അപ്പോൾ അഗാധകൂപം കാണാൻ പറ്റത്തില്ല. അതുപോലെ കിടക്കും. അത് താഴെ അടിയിലോട്ട് ഇരുട്ടാ, മൊത്തം ഇരുട്ടാ, ചുറ്റും ഇരുട്ടാ, അടിയിലോട്ട് കൊണ്ട് നമ്മൾ കണ്ടാൽ പേടിച്ചു പോകും. ഒരു തരി വെട്ടമില്ല അവിടെ. അഗാധകൂപം എന്നൊക്കെ പറഞ്ഞ് പിശാചിനെ തളയ്ക്കേണ്ട സ്ഥലമാണ് അഗാധകൂപം. നമുക്ക് അങ്ങനെ സ്പിരിച്വൽ ചില സമയത്ത് ദൈവം നമ്മളെ കൊണ്ടുപോകും. ഞാനൊരു ദിവസം ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-500 മൈൽ അകലെയാണ്. പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം എൻ്റെ മോളെ കാണണമെന്ന്, ഇളയ മോളെ, 11 വയസ്സുള്ള മോളെ കാണണമെന്ന്. പ്രാർത്ഥിച്ച് രാവിലെ കടന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കാണുന്നത് അവിടെ ബെഡ്റൂമിൽ ഞാൻ നിൽക്കുന്നതാണ്. ദൈവം എന്നെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുക, ബെഡ്റൂമിൽ കൊണ്ട് നിർത്തിയിരിക്കുക. അവൾ കിടന്നുറങ്ങുന്നത് കാണുക. സി
നമ്മൾ തിങ്ക് ചെയ്യുന്നതിനപ്പുറമായിട്ട്, അതായത് ഈ ഭൂമിയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആത്മാവിൽ സഞ്ചരിക്കാൻ പറ്റും. നിങ്ങൾ എത്രമാത്രം ഗ്രഹിക്കണമെന്ന് എനിക്കറിയത്തില്ല, ഗ്രഹിക്കണമെന്ന് എനിക്കറിയത്തില്ല, എത്രമാത്രം ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇതെങ്ങനെ ഇതെല്ലാം വചനം നമ്മൾ ദൈവമായിട്ട് നടന്നെങ്കിൽ, ആത്മാവിൽ നടന്നെങ്കിൽ, ദൈവം പറയുന്ന അനുസരിച്ച് നടന്നെങ്കിൽ, വചനം ധ്യാനിച്ച്, കാരണം ക്രിസ്തു വചനമാണല്ലോ, ആ വചനം നമ്മുടെ ഉള്ളിൽ ചേരണം, നമ്മൾ വചനമായി തീരണം, നമ്മൾ ക്രിസ്തുവായി തീരണം, ഞാൻ ക്രിസ്തുവായി തീരണം. എൻ്റെ കണ്ണുകൾ കൊണ്ട് എന്ത് കണ്ടാലും എനിക്കൊന്നും തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. കാരണം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു, വചനം ഉള്ളിൽ വന്നു. നമ്മുടെ ലോകത്തിൽ എന്ത് കണ്ടാലും നമുക്കൊന്നും തോന്നത്തില്ല. അമേരിക്ക വന്ന് എനിക്ക് ഒരു അത്ഭുതമായിട്ടും തോന്നുന്നില്ല. എല്ലാവരും ഇവിടെ അമേരിക്ക അമേരിക്ക എന്ന് പറയും, എനിക്ക് ഇവിടെ ഒന്നും തോന്നുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുമ്പോഴത്തേക്ക് കർത്താവ് ഇതാണ് അമേരിക്ക, എനിക്ക് അതിൻ്റെ വലിയ പ്രത്യേകത ഒന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. പല അമേരിക്കൻസും വന്നതിനോട് പറഞ്ഞു, നിന്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണിലോട്ട് നോക്കുന്ന പോലെ അവർക്ക് തോന്നുന്നെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നെ. പല അമേരിക്കൻസും വന്നതിനോട് പറഞ്ഞിട്ട്, നിന്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണിലോട്ട് നോക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നെന്ന്. നോക്കിയേ, അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചിന്തകളെല്ലാം മാറും. ആരാ? വചനം ഉള്ളി വരുമ്പോൾ. വചനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എപ്പോഴും വചനം ഉള്ളി ചെന്നുകൊണ്ടിരിക്കുക. അനുദിനം വചനം പ്രസംഗിക്കുന്ന കേൾക്കുന്നല്ല പറയുന്നത് കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കും. ആ വചനം നമ്മുടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ആള് മാറും. ഹല്ലേലൂയ. The name of Jesus. The name of Jesus. Thank you, Jesus. ഹല്ലേലൂയ. വചനം ദൈവമാണ്, വചനം ഒഴിച്ചു. അപ്പം ദൈവത്തോട് ക്രോസ് ചെയ്യാൻ ചെയ്യണം, വചനം ദൈവത്തിന് വായിക്കാം. പ്രൈസ് ഗോഡ്. ഈ കേരളത്തെ പറ്റി കർത്താവ് കഴിഞ്ഞ ദിവസം ഒരു പ്രൊഫറ്റിക് തന്നായിരുന്നു. അതായത് സുനാമിയാന്ന് തോന്നുന്നു, ഭയങ്കര വെള്ളം എരച്ചു കയറാൻ പോവാം കേരളത്തിൽ. നിങ്ങൾ കേരളത്തിലൂടെ താമസിക്കുന്ന അറിയത്തില്ല. കേരളം മുഴുവൻ അതായത് എറണാകുളത്തു നിന്ന് അങ്ങോട്ട് കാസർഗോഡ് ഭാഗത്തോട്ട് മുങ്ങാൻ പോവാം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, പേടിക്കാൻ വേണ്ടിയല്ല. എന്നിട്ട് കേരളത്തിന് നടുവിൽ, ആ കേരളത്തിന് നടുക്കിലൂടെ ഒരു നദി പിന്നീട് ഉണ്ടാവും. അങ്ങനെ കേരളത്തിന് പല നദികൾ, അതിൽ നിന്ന് പല നദികൾ, 3-4 നദികൾ ഇങ്ങനെ കാണിക്കാനാണ്. കേരളത്തിന് നടുവിലൂടെ അങ്ങോട്ട് കാസർഗോഡ് ഭാഗത്തോട്ട് ഒരു വലിയ നദി, പിന്നെ അത് അങ്ങോട്ട് ഇങ്ങോട്ട് ശാഖകളായി മാറുന്നു. അനേക വലിയ ബിൽഡിങ്ങുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. വലിയ ഉയരമുള്ള ബിൽഡിങ്ങുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകും. എന്താ പറയാൻ കാരണം എന്നറിയാം? പ്രാർത്ഥിച്ചോണം. ഏറ്റവും കൂടുതൽ ഇപ്പോൾ അന്ധകാര ശക്തികൾ എവിടെയാണെന്ന് അറിയാം? നിങ്ങൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര ശക്തി, എല്ലാ ശക്തി അവിടെയുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഡ്രഗ്സ് അടിക്കുന്ന ആൾക്കാരെല്ലാം ഡ്രഗ്സ് അടിക്കുന്നില്ല. കുഞ്ഞുങ്ങളെല്ലാം ഡ്രഗ്സിനടിമയായി, ഡ്രഗ്സിനടിമയായി. കുഞ്ഞുങ്ങളെല്ലാം നൈശ്യതയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക, പാപത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾ തന്നെ പോട്ടെ, ദൈവദാസന്മാരും വിശ്വാസികളെല്ലാം പാപത്തിന്റെ അണ്ടറല്ല. കാരണം എന്താണ്? പൈശാചിക കോട്ട ഭയങ്കരമായിട്ട് ഇപ്പോൾ ശക്തമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി പറഞ്ഞ വചനം വായിക്കണം, ലോകം ക്രോസ് ചെയ്യണം. നിങ്ങൾ ദൈവസ്ഥാനത്ത് നടന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവ് വരാൻ സമയമായി തീർച്ചയായിട്ടും കൊണ്ടുപോകും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ റാസി മച്കൽ ഖനാസി. താങ്ക് യു ജീസസ്. ദൈവത്തിന് മോഹം. ഹല്ലേലൂയ. വചനം ഉള്ളിലോട് ചെല്ലണം. കർത്താവ് വചനം ചെല്ലുമ്പോഴാണ് നമ്മളെന്താണ് നാളത്തെക്കുറിച്ച് ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ പ്രസൻസ് ഓഫ് ഗോഡിൽ വചനത്തിന്റെ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വചനത്തിൽ നടക്കുമ്പോഴാണ് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. ഈവൻ അരമണിക്കൂറുള്ളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുമെന്നോ? നിങ്ങൾ ഒരു പിടിവിട്ട് വന്നോ? 1 മണിക്കൂറിന് ശേഷമുള്ള കാര്യങ്ങൾ ദൈവം 1 മണിക്കൂറിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. ഇത്രയ്ക്ക് നമ്മൾ ദൈവമായിട്ട് ക്ലോസ് ആകുവാണെങ്കിൽ. അപ്പം ആ ഹോളി സ്പിരിറ്റുമായിട്ട് ഭയങ്കര ബന്ധമായിരിക്കും. ഞാൻ പറഞ്ഞല്ലേ, ഹോളി സ്പിരിറ്റുമായിട്ട് ഭയങ്കര ബന്ധത്തിലായിരിക്കണം. കർത്താവ് ഹോളി സ്പിരിറ്റിനെ പറ്റി പഠിക്കുമ്പോൾ എന്താണ്? ടീച്ചറാണ്, ശരിക്കും ഒരു അധ്യാപകൻ തന്നെയാണ്, ഒരു അഡ്വക്കേറ്റ് തന്നെയാണ്. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് തന്നെ, ഒരു അധ്യാപകൻ തന്നെയാണ്. അദ്ദേഹത്തോട് എന്ത് ചോദിക്കാം. കർത്താവ് വന്ന് ടച്ച്, എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ശരിക്കറിയാം. എൻ്റെ കയ്യെ വന്ന് തൊട്ടിട്ടുണ്ട് കർത്താവ്. എൻ്റെ വലത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഒരു വചനം എന്നോട് കോരസിൻ്റെ കയ്യിൽ ഇടപെടുന്ന പോലെ, പിടിക്കുന്നത് പോലെ നിന്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ വചനത്തിലുണ്ട്. എൻ്റെ വലം കൈ പിടിച്ച് കർത്താവ് പിടിച്ചിട്ട് അന്നേരം തന്നെ ദൈവം സംസാരിച്ചു, വചനത്തിലൂടെ സംസാരിച്ചു. എൻ്റെ വലം കൈ ഞാൻ പിടിച്ചിരിക്കുന്നു. എനിക്ക്
ഇന്ന് 3ാമത്തെ പ്രാവശ്യം കർത്താവിനെ വിസിറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ, 3ാമത്തെ പ്രാവശ്യം. പ്രൈസ് ഗോഡ്. ആ ദൈവ സാന്നിധ്യം മനസ്സിലാവും, ദൈവം സ്പർശിക്കുന്നത് മനസ്സിലാവും, ദൈവം സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. താങ്ക് യു ജീസസ്, ലവ് യു ജീസസ്. സോ ഹോളി സ്പിരിറ്റ് സംസാരിക്കും, ദൈവം സംസാരിക്കും, യേശു സംസാരിക്കും. അത് അനുദിനം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പം നിങ്ങൾ ഒരു പ്രവാചകനെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ദൈവം എല്ലാം മനസ്സിലാക്കി തരും, നിങ്ങൾ അത്ര ക്ലോസ് ആണെങ്കിൽ. പ്രവാചകന്മാരെ നീ കുറ്റം പറയുന്നതല്ല, ഞാൻ പ്രവചിക്കുന്ന ആളാണ്, എന്നാലും പറയുവാണ്, അതിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവം മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ഈ 3ാമത്തെ കാര്യം എന്താണ്? എങ്ങനെ നമുക്ക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ത്രൂ ദ പ്രയർ, അല്ലേ? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഈ മൽപ്പിടുത്തൊന്നുമല്ലോ. മൽപ്പിടുത്തൊന്നുമല്ല പ്രാർത്ഥന, കേട്ടോ, പറഞ്ഞേക്കാം. നമ്മളിങ്ങനെ മൽപ്പിടിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ ഒന്നും പ്രാർത്ഥിച്ച് ദൈവം കേൾക്കത്തില്ല. ദൈവത്തിന് യേശുവിൻ്റെ മനസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? ദൈവത്തിൻ്റെ തീരുമാനം നമുക്ക് ആർക്കെങ്കിലും മാറ്റാൻ പറ്റും? ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അതൊക്കെ വെറും നമ്മുടെ തോന്നലാണ്. ദൈവത്തിൻ്റെ ചിന്തകൾ മാറ്റിക്കളയാം, ദൈവത്തിൻ്റെ മനസ്സ് മാറ്റിക്കളയാം. നമ്മൾ പ്രാർത്ഥിച്ച കരഞ്ഞാൽ ഇപ്പം ദൈവം നോ. സിമ്പിളായിട്ടങ്ങ് പറഞ്ഞാൽ മതി. നമുക്ക് ആവശ്യം നമ്മുടെ ഹൃദയം തുറന്ന് ദൈവത്തോട് കാര്യങ്ങൾ പറയുക സിമ്പിളായിട്ട്. കർത്താവ് ഇന്ന ആവശ്യമുണ്ട്, ഇന്ന പ്രശ്നങ്ങളാണ്. സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ ഒറ്റയ്ക്ക് വരുമ്പോൾ സംസാരിച്ച് വയ്ക്കുക. നാളെ തൊട്ട് മിറക്കിൾസ് നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നാളെ തൊട്ട് ഇന്ന് മുതൽ നിങ്ങൾ സിമ്പിളായിട്ടല്ല ഒറ്റയ്ക്ക് പോരുന്ന്, നിങ്ങൾ ഒറ്റയ്ക്ക് പോരുന്നൊന്ന് പ്രാർത്ഥിച്ചു വയ്ക്കുക. ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾ 100 പേരോട് പ്രാർത്ഥനാവശ്യം പറയേണ്ട പോലും ആവശ്യം വരുന്നില്ല. അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ, പറയുന്നതൊക്കെ സന്തോഷമാണ്. അവർ പ്രാർത്ഥിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ്? ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് സിമ്പിളായിട്ട് പോരുന്ന ദൈവത്തോട് സംസാരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം തരും. നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളത്? പ്രാർത്ഥന വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ അങ്ങോട്ടൊരു 500 കാര്യം പറഞ്ഞിട്ട് പിന്നെ അങ്ങ് എഴുതിട്ട് പോകും. നോ. ഒരു കാര്യം പറഞ്ഞാൽ തിരിച്ചും കൂടെ മറുപടി വരണം. അതാ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യണം പ്രാർത്ഥനയ്ക്ക്. ഒരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം കർത്താവിന്റെ ശബ്ദത്തിന്. അത് സംസാരിച്ചില്ല വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ആ സംസാരിച്ചെങ്കിൽ മാത്രമുള്ള അടുത്ത സബ്ജക്റ്റ് പറയാവുള്ളൂ. അതിനെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. ഞാൻ വൈഫിനോട് പറയുമ്പോൾ വൈഫ് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. വൈഫിനോട് സംസാരിക്കുവാണ്, ഞാൻ മറുപടി പറയുന്നില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ കാര്യം കർത്താവ് പറയാം. കർത്താവ് എൻ്റെ മോൻ അല്ലെങ്കിൽ മോക്കൊരു ജോലിയാണ്. അവന് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ, അവൻ ഇന്ന പഠിച്ചതാ. കർത്താവ് നീ അവളെ പഠിപ്പിച്ചു, അല്ല അവനെ പഠിപ്പിച്ചു, ഇതിലോട്ട് ജോലി കിട്ടുന്നില്ല, എന്താ തടസ്സം? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ദൈവം സംസാരിച്ച് നിങ്ങളിങ്ങനെ അറിയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ദൈവത്തോട്, അതിൻ്റെ മറുപടി കിട്ടിയിട്ട് അടുത്ത സബ്ജക്റ്റ് ഇടാവുള്ളൂ. അപ്പം അടുത്ത ബന്ധം പുലർത്തുവാൻ 3ാമത്തെ വിഷയം എന്താണ്? പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ പ്രയർ, എപ്പോഴും പ്രയർ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. ജസ്റ്റ് സിമ്പിളായിട്ട് സംസാരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ മറിയ ചെന്നിട്ട് യേശുവിനോട് പറഞ്ഞു, എന്താ പറയുന്നറിയോ? എന്താ പറഞ്ഞത്? എടാ മോനെ, എന്താ പറഞ്ഞേ? വീഞ്ഞ് തീർന്നു പോയി, വീഞ്ഞ് തീർന്നു പോയെന്നല്ലേ? സിമ്പിളായിട്ടില്ല പറഞ്ഞ മറിയ കർത്താവേ, ഇവിടെ എല്ലാം വീഞ്ഞ് തീർന്നു പോയി, ഇപ്പൊ നീ ഇറങ്ങി വന്നേ, അത്ഭുതം ചെയ്തേ പറ്റും, ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു സിമ്പിളായിട്ട് എന്ന് പറയും, കർത്താവേ അല്ലെങ്കിൽ മോനെ വീഞ്ഞ് തീർന്നു പോയി, അവർക്ക് സഹായിക്കണം. സിമ്പിളായിട്ടല്ലേ? സിമ്പിളായിട്ട്. എത്ര നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന തന്നെ പിന്നെ എല്ലാം പ്രാർത്ഥിച്ചോണ്ട് പിന്നെയും പ്രാർത്ഥിച്ചോണ്ടിരിക്കും എപ്പോഴും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം നിങ്ങളൊന്ന് എഴുതി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം എഴുതി നോക്കിയേ. നിങ്ങൾ പറഞ്ഞു തന്നെ പിന്നെ പറഞ്ഞു. ജാതികൾ സംസാരിക്കുന്നതോട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു തന്നെയും പിന്നെ അത് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന. അതൊന്നുമല്ല പ്രാർത്ഥന. നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും സംസാരിച്ചു നോക്കിക്കുക, ദൈവം മറുപടി തരും. നിങ്ങൾ ഒരാഴ്ചത്തെ പ്രാർത്ഥനാ ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കിക്കുക, നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്ത് നോക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ എഴുതി വെക്കണം, നിങ്ങൾ എന്തെല്ലാം പ്രാർത്ഥന എഴുതി വെക്കണം. നിങ്ങൾ എന്ന് ഇതിന് റിപ്പീറ്റേഷൻ അടിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥന. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിന് പ്രാർത്ഥന. എന്നിട്ട് നമ്മൾ പറയുന്ന ആത്മാവിലുള്ള പ്രാർത്ഥന എവിടെ? അതൊന്നും ആത്മാവിലുള്ള പ്രാർത്ഥന ഒന്നുമല്ല. ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് അത്. ആത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ആത്മാവ് പറയും, നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയും, ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് ആത്മാവിലുള്ള പ്രാർത്ഥന. നിങ്ങൾ വേറെ സബ്ജക്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാം പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് വിടുതൽ വേണമെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. പരിശുദ്ധാത്മാവുമായിട്ട് വലിയ ഇൻറ്റിമസി ഉണ്ടാവണം. താങ്ക് യു ജീസസ്. ഓ റാസി മാൽഖാന,
താങ്ക് യു ജീസസ്. അപ്പോൾ എന്ത് ചെയ്യും? ദൈവം നമ്മളോട് സംസാരിക്കും, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയും മറുപടി തരും. അപ്പം ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ഞാൻ പറഞ്ഞില്ല, ദൈവമായിട്ട് അടുക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും, മറുപടി തരും, അത് അനുഗ്രഹമായി ചെയ്യും. ഹല്ലേലൂയ. ഓറാസി മൽഖാനാസി റൈഖാൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി. താങ്ക് യു ജീസസ്. അപ്പം ദൈവമായിട്ട് അടുക്കുവാൻ 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 3-4 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ട് എടുക്കാൻ പറ്റും. ദൈവമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും. ഏകദേശം 1 മണിക്കൂറായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണ് അതുപോലെ നമ്മുടെ വേർഡുകൾക്ക് ഭയങ്കര പവർ ആയിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു വേർഡുകൾ, നമ്മൾ സംസാരിക്കുന്ന വേർഡുകൾ ഭയങ്കര പവർ ആയിരിക്കണം. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ പറയാൻ ദൈവം പറഞ്ഞതാണ്. കർത്താവ് പറഞ്ഞു ഉവ്വ ഇല്ലെങ്കിൽ ഇല്ല. അതിനപ്പുറമായിട്ട് എല്ലാം വരുന്ന എവിടെ നിന്നാണ്? ദുഷ്ടനിൽ നിന്ന് വരുന്ന പറയുന്നത്. ഈ ദിവസങ്ങൾ നമ്മുടെ നമ്മൾ പറയുന്ന വേർഡുകൾ കറക്റ്റ് ആയിരിക്കണം. കൂടുതലായിട്ടും സംസാരിക്കരുത്. നിങ്ങൾ നോക്കിയേ, രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ 10 പ്രാവശ്യം പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് വയ്യാതാവും. പലരും ഈ കപ്പിൾസ് എന്നെ വിളിക്കാറുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇതിനറിയാവോ? തലമുറകളില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞു? ഇപ്പം തലമുറ വേണ്ടാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു? അല്ലേ? ചിലർ പറയും ഞങ്ങളിപ്പോൾ കല്യാണം കഴിച്ചുള്ളൂ, ഇപ്പം വേണ്ട, 1 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട്. അവർക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടാകുന്നറിയാം. കാരണം അവർ തന്നെ പറഞ്ഞു, അവർ തന്നെ ഡിക്ലെയർ ചെയ്തു ഞങ്ങൾക്കിപ്പം തലമുറ വേണ്ട. അപ്പം നമ്മുടെ വായിക്കകത്ത് അധികാരം ഇരിക്കുക. നമ്മുടെ വായോട് കൽപ്പിച്ച അത്ഭുതങ്ങൾ നടക്കും. യേശു തൻ്റെ വാക്കുകൾ കൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്തത്. വാക്കുകൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ അബുദാബിയിൽ ഒരു സൗകര്യം വന്നു. അവർക്ക് വർഷങ്ങളായിട്ട് തലമുറയില്ല. ആ സഹോദരി ഇങ്ങനെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് കേട്ടോ, ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് സഹോദരിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വൈഫും ഉണ്ട്, ഞാനും ഉണ്ട്, പിള്ളേരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം അവർ പറഞ്ഞു എനിക്ക് തലമുറ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ദൈവം പറഞ്ഞു തലമുറ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് തലമുറ ഉണ്ടാവും. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. 1 മാസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തലമുറ, അവർക്ക് ദൈവം വയറ്റിൽ തലമുറയാക്കി. അപ്പം ആ ശബ്ദത്തിൽ ദൈവം എന്തൊന്നും ചെയ്യും. ഒരു കാത്തലിക് സ്ത്രീ വന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വന്നു, അങ്ങനെ വാടകയ്ക്ക് താമസിക്കാൻ വന്ന, അവർക്ക് ഇതുപോലെ തലമുറയില്ല. ബ്രദറെ, ഈ തലമുറയില്ല ബ്രദറെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറേ നാൾ അവർ പറഞ്ഞു പ്രാർത്ഥിക്കണം. ഒരു ദിവസം ആ സഹോദരോട് പറഞ്ഞു വരാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. അവരിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി. അവർ പറഞ്ഞു ഞാൻ വിയർത്തെന്ന് പറഞ്ഞു. യെസ്, വിടുതലായി. അടുത്ത മാസം കാണുന്ന തലമുറയായി അവർക്ക്. അവരിലൊരു മുസ്ലിം പെൺകുട്ടി വന്ന്, അവർക്ക് ഇതുപോലെ തന്നെ വർഷങ്ങളായിട്ട് തലമുറയില്ല. അവരോട് പറഞ്ഞു ബ്രദറെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുസ്ലിം കേട്ടോ, തലമുറയില്ല. നമുക്ക് ദൈവം തരും, ധൈര്യമായിട്ടിരിക്കാൻ മതി, ദൈവം തരും. ഇത്ര പറഞ്ഞാൽ മതി, ദൈവം തരും. അടുത്ത മാസമായപ്പോൾ അവർക്ക് തലമുറയായി. നമ്മുടെ വേൾഡ്, നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. പ്രത്യേകിച്ച് ദൈവമക്കൾ നിങ്ങളുടെ മക്കളോട് പറയുമ്പോൾ, നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വേർഡ് ചുമ്മാ അതും ഇതെല്ലാം പറഞ്ഞ് വെറുതെ പറയരുത്. ഓരോ വാക്കുകൾക്ക് ശക്തിയുണ്ട്, അതനുസരിച്ച് പറയാവും. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക, ശീലിച്ചു നോക്കിയേ. നിങ്ങൾ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ കാണാൻ പറ്റും. നിങ്ങളെ ഡിപ്രഷൻ ആണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ലോകക്കാരോടെല്ലാം വിളിച്ച് പറയരുത് എനിക്ക് ഡിപ്രഷൻ എന്ന് പറയരുത്. നിങ്ങളൊന്ന് രാവിലെ എഴുന്നേറ്റ് പറയണം എനിക്ക് ഡിപ്രഷൻ ഇല്ല. നിങ്ങൾ 100 പ്രാവശ്യം പറ എനിക്ക് ഡിപ്രഷൻ ഇല്ല, യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഡിപ്രഷൻ പോയി. പിശാചൻ ഇത് ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങൾക്ക് ഡിപ്രഷൻ വെക്കാനുള്ള സ്ഥലമല്ല, എടുത്തോണ്ട് പോകും. ചില വലിയ സ്മാർട്ടായിട്ടാണ് പറഞ്ഞത്, പാസ്റ്റേ ഒന്ന് പ്രാർത്ഥി. എന്താ, ഒരു 10 വർഷമായിട്ട് ക്യാൻസർ ആയിട്ട് നടക്കുക. പുള്ളി എന്തോ വലിയൊരു സംഭവം പറയുന്നത്. 10 വർഷമായിട്ട് പുള്ളി ക്യാൻസർ ആയിട്ട് നടക്കുവാണ്. പുള്ളി അങ്ങ് അംഗീകരിച്ച് മുദ്ര വെച്ചിരിക്കുക അവിടെ. നോ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ പിശാച് എന്തായാലും നെഗറ്റീവായിട്ട് കൊണ്ട് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. പിശാച് ഞാൻ അംഗീകരിക്കത്തില്ലെന്ന് പറയാം. നിങ്ങളുടെ തലമുറകളിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല.
നിങ്ങൾ പറയണം പിശാചിനെ അംഗീകരിക്കാൻ ഞാൻ അംഗീകരിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല, നീ എടുത്തോണ്ട് പോയേ പറ്റത്തുള്ളൂ. രാവിലെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മോളൊരു സ്വപ്നം കണ്ടു. അവൻ എന്തുവാ? പെട്ടെന്ന് അവിടെ അടുത്തോട്ട് ഒരാൾ വരുന്നു, എന്നിട്ട് അവിടെ ചാടി എഴുന്നേറ്റു, ഉറക്കത്തില്ല. ഓക്കെ, എന്നിട്ട് പിറ്റേ ദിവസം മുതൽ അവളും അപ്പനും തമ്മിൽ വഴക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കാം, വീട്ടിലാകെ കലഹമാണ്. നമ്മുടെ സിമ്പിൾ. ആരാ വന്നത്? പിശാച് വന്നു, അല്ലെങ്കിൽ ഡീമൻ വന്നു. അവൻ കയറി കഴിഞ്ഞാൽ കലഹം ഉണ്ടാക്കും അല്ലേ? അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു കലഹം ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ റിബല്ലാക്കുന്ന, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്താണ് നിങ്ങൾ പറയുന്നത് അനുസരിപ്പിക്കാതിരിക്കുന്ന ഒരു ആത്മാവിന്റെ പുറകിലുണ്ട്. അത് നമ്മൾ ആത്മാവിൽ വന്നെങ്കിൽ മാത്രമേ കാണാൻ വെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ പറയണം? പിശാചെ നിനക്ക് സമ്മതിക്കത്തില്ല, എന്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല, നീ എടുത്തോണ്ട് പോയാൽ പറ്റത്തുള്ളൂ. കടഭാരം വരുമ്പോൾ നിങ്ങൾ പറയണം, എടുത്തോണ്ട് പോയേ പറ്റത്തുള്ളൂ. പിശാചെ നീ കടഭാരം സമ്മതിക്കത്തില്ല, എടുത്തോണ്ട് പോയേ പറ്റത്തുള്ളൂ. എടുത്തോണ്ട് പോയി നിങ്ങൾക്ക് രോഗം വരും പറഞ്ഞാൽ പിശാചെ നീ എടുത്തോണ്ട് പോയേ പറ്റത്തുള്ളൂ. ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടൊക്കെ രോഗം വരും കേട്ടോ, അതെല്ലാം പറയുന്നത്. മാറാ രോഗങ്ങളും അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കാരണം പിശാചിൻ്റെതായ പ്രവർത്തനങ്ങൾ നമ്മൾ തകർക്കണം. ദൈവമായിട്ട് അടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കാണുന്ന പിശാചിന്റെ തന്ത്രങ്ങളെല്ലാം തകരുവാനിടയാവും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ റഖമാന ഷംബൽ കമന ഹസ്തിനി. ഏകദേശം 1 മണിക്കൂറായി. ഞാൻ പറഞ്ഞാലും എന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. 25 വർഷമാണ് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവരുടെ അന്ന് മുതലേ ദൈവശബ്ദം കേൾക്കുന്നു, ഇന്നും ദൈവശബ്ദം കേൾക്കും. അന്ന് മുതലേ ദൈവസ്ഥാനത്ത് പറയുന്നു, ഇന്നും ദൈവസ്ഥാനത്ത് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റും, എപ്പോഴും ദൈവത്തിന്റെ കൂടെ നടക്കാൻ പറ്റും, എപ്പോഴും നമുക്ക് ദൈവത്തിന്റെ എന്താ പറയുന്നത് ഹീലിങ്സ് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ പറ്റും. ദൈവത്തിന്റെ ഹീലിങ്സ് നമ്മുടെ ശരീരം തന്നെ ദൈവം എപ്പോഴും സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. വേറെ എങ്ങും പോകണമെന്നില്ല. എനിക്ക് പെട്ടെന്നൊരു ദിവസം ബാലൻസിങ്ങിന്റെ പ്രോബ്ലം വന്നു. ബാലൻസിങ്ങിന്റെ പ്രോബ്ലം എന്നൊക്കെ ചെവിടെ പറയുന്നത് ബാലൻസിങ്ങിന്റെ പ്രോബ്ലം. ഞാനൊരു 1 വർഷത്തോളം മരുന്ന് കഴിച്ചു. പല ഡോക്ടേഴ്സ് പോയി കണ്ടു, പക്ഷേ മരുന്ന് കഴിച്ചു ഒരു രക്ഷയില്ല. ഒരു ദിവസം സമായോഗത്തിന് എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ദൈവസാന്നിധ്യം വന്നു, സൗഖ്യമായി. സിമ്പിൾ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ദൈവസാന്നിധ്യം നമ്മളോട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഉള്ള രോഗങ്ങളുണ്ടെങ്കിൽ മാറിപ്പോകും. എന്ത് രോഗമായാലും ശരി, നിങ്ങൾക്ക് എത്ര വലിയ മാരക രോഗം, പ്രഷറായാലും ഷുഗറായാലും കൊളസ്ട്രോൾ, പക്ഷേ ദൈവശബ്ദം നിങ്ങൾ കേട്ടോണ്ടിരിക്കണം. ദൈവാത്മാവ് പറയുന്നത് അനുസരിച്ച് സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താണ് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം പറയുന്നു അതുപോലെ കേൾക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കും. നമുക്ക് ദൈവം കൊണ്ട് രോഗം ഇട്ട് തരത്തില്ല കേട്ടോ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം എനിക്ക് രോഗം തന്നു. ദൈവം ഒന്നും അങ്ങനെ രോഗം കൊണ്ട് തരത്തുന്നില്ല. നമുക്ക് ദൈവത്തിന് വേറെ പണിയൊന്നുമില്ലേ നമ്മളെ കൊണ്ട് നമ്മളെ രോഗിയാക്കിയിട്ട് ഈ പൈസ മുഴുവൻ മുടക്കിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ സമാധാനം കളയാൻ. നോ, അത് പിശാചിന്റെ പണിയാണ്. ദൈവം അങ്ങനെ രോഗം കൊണ്ടിട്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം ടെസ്റ്റ് ചെയ്യും നമ്മളിപ്പോൾ ഒരു പാപം നമ്മൾ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അത് കുറെ നാൾ കഴിയുമ്പോൾ ദൈവം നമുക്കുള്ള ആത്മാവിനെ തന്ന്, അതിനെ പിടിച്ചിരിക്കാനുള്ള ആത്മാവിനെ തന്ന്, ധൈര്യം തന്ന്, ശക്തി തന്ന്, നമുക്ക് ദൈവകൃപ തന്നു കഴിയുമ്പോഴത്തേക്ക് വേണ്ടിച്ചപ്പം ദൈവം ടെസ്റ്റ് ചെയ്യാം നമ്മളെ. എന്ന് വെച്ചാൽ പാപത്തെ കൊണ്ടുള്ളൂ എന്നല്ലേ പറയുന്നത്. പിശാച് ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ദൈവം മാറി നിന്ന് നോക്കും, എന്ത് ചെയ്യും, നമ്മളെന്താ ചെയ്യുന്നറിയാൻ നോക്കും. പിശാച് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വരും. അല്ല, ദൈവം നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവമാണ് എന്നെ എനിക്ക് ഇത് തന്നത്, രോഗം തന്നത്. ദൈവം അങ്ങനെ രോഗം തരത്തില്ല. ദൈവത്തിന് അങ്ങനെ ആവശ്യമില്ലല്ലോ. ദൈവത്തിന് നമുക്ക് കൊണ്ട് രോഗം തരുന്നത് ജീസസ്. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ക്ഷേമയുടെ ഹസ്തിനി. ദൈവമായിട്ട് നമ്മൾ കൂടെ നടന്നു കഴിഞ്ഞാൽ ആവശ്യങ്ങളെല്ലാം നമുക്ക് കർത്താവിനോട് പറയാം. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറയാം. അന്നേരം ദൈവം ആവശ്യങ്ങൾക്കനുസരിച്ച് ദൈവം അത്ഭുതം ചെയ്യാനിടയാവും. അന്നേരം ദൈവം അത്ഭുതങ്ങൾ ചെയ്യാനിടയാവും. അത്ര നമ്മൾ ഹൃദയത്തിൽ ദൈവമായിട്ട് നടന്നു കഴിഞ്ഞാൽ, ദൈവസ്ഥാനത്ത് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ കോടിക്കണക്കിന് പൈസ കൊണ്ട് ബാങ്ക് ഇടുന്ന കാര്യമില്ല പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ
ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തരണമെങ്കിൽ നിങ്ങൾക്ക് തരും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾ ദൈവം തരും. നമ്മുടെ ആവശ്യങ്ങൾ അതുപോലെ ദൈവം നോക്കുവാനിടയും. അത്രയ്ക്ക് കരുണയുള്ള ദൈവം നമ്മൾ ആരാധിക്കുന്ന ദൈവം, അത്രയ്ക്ക് സ്നേഹവാനായ കർത്താവാണ് നമുക്കുള്ളത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അനേകരും ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി അതിന് അമാനുഷിക അനുഭവം തേടി നടക്കുക. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കേൾക്കാം. നമുക്ക് ഒരു ഉറപ്പുകാര പത്രോസ് പറയുന്നുണ്ട്, നമുക്ക് ഉറപ്പുള്ള ഒരു പ്രവാചകനുണ്ട്, അതാണ് യേശു. ഒരു വചനമുണ്ട്. നമുക്ക് ദൈവം വെളിപ്പാടുകൾ തരും, നമുക്ക് ദർശനങ്ങൾ തരും, നമുക്ക് സ്വപ്നത്തിൽ ഇടപെടും. ഇന്നുപോലെ നിങ്ങളൊന്ന് അറ്റ്മോസ്ഫിയർ മാറ്റി, നിങ്ങളുടെ ഭവനത്തിന് അറ്റ്മോസ്ഫിയർ ഒന്ന് മാറ്റി നോക്കിയേ. നിങ്ങൾ ലോകമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നോക്കി. കട്ട് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ ദൈവദിനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുവാനും അല്ലെങ്കിൽ നിങ്ങൾ വർഷിപ്പ് ചെയ്യാനൊക്കെ, വർഷിപ്പിൽ ഭയങ്കര സാന്നിധ്യം ഇറങ്ങി വരും കേട്ടോ. വർഷിപ്പ് വലിയ പ്രാധാന്യമായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ആത്മാവുള്ള വർഷിപ്പ്. നമ്മുടെ ഇപ്പോൾ ചർച്ച നടക്കുന്ന വർഷിപ്പൊന്നും ആത്മാവുള്ള വർഷിപ്പൊന്നുമല്ല. കുറേ വർഷിപ്പ് ലീഡേഴ്സൊക്കെ ഉണ്ട്, എന്തൊക്കെയോ കാട്ടി. നിങ്ങൾ ഓരോ പാട്ടുകൾ നമ്മൾ ഹൃദയം കൊണ്ട് പാടി നോക്കിയേ, ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക്. നമ്മൾ കരങ്ങളടിച്ച് മാത്രമല്ല ദൈവസാന്നിധ്യം വരും, അല്ലാതെ ദൈവസാന്നിധ്യം വരും. ഈ വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞപ്പം ചർച്ച നടക്കുന്നത് എന്നോട് കർത്താവ് പലപ്പോഴും പറഞ്ഞു, ഞാൻ ചർച്ചിന്റെ വെളിയിൽ നിന്ന് കൊട്ടിക്കൊണ്ടിരിക്കുക. ചർച്ചിന്റെ വെളിയിൽ നിന്ന് കൊട്ടിക്കൊണ്ടിരിക്കുക, അകത്ത് ചർച്ചിൽ ദൈവം ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അതുകൊണ്ട് എന്താണ്, നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ഭവനത്തില്, നമ്മുടെ ചർച്ചിലെല്ലാം ദൈവം വേണം. നമ്മുടെ വർഷിപ്പിന്റെ ആ ദൈവം വേണം. നമ്മുടെ ഹൃദയത്തിലൂടെ വേണം ദൈവത്തെ വർഷിപ്പ് ചെയ്യുവാൻ. ഓരോ വാക്കുകൾ പറയുമ്പോഴത്തെ ഹൃദയത്തിനുള്ളിൽ നിന്ന് വർഷിപ്പ് ചെയ്യണം. അപ്പോൾ അത് ആത്മാവിലോട്ട് അയച്ചിരുവാനിടയും. നമ്മുടെ സോളിഷായിട്ടുള്ള വർഷിപ്പ് ദൈവത്തിന് ഇഷ്ടമില്ല. ആത്മാവിലുള്ള വർഷിപ്പായി തരണം. താങ്ക് യു ജീസസ്. കഥാന കാണിക്കുന്നു. ചിലരെയൊക്കെ ദൈവം ഒന്ന് വാർത്തെടുത്തുകൊണ്ടിരിക്കുക, പണിതെടുത്തുകൊണ്ടിരിക്കുക. ചില ഡെലിവറൻസുകൾ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ എന്താണ്, ഈ ഉദാഹരണം ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നത് പോലെ ഈ ചില ഭാഗങ്ങളൊക്കെ ദൈവം വേവിച്ചുകൊണ്ടിരിക്കുക. പച്ചയായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ദൈവം എന്താണ് വേവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് സിമ്പിളായിട്ട് പറയുന്നെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. എങ്ങനെ ദൈവത്തോടെ എടുക്കാൻ പറ്റും? വർഷിപ്പ്. ഒന്നെന്താണ് വർഷിപ്പ്, ലോകത്തെ പിടിയുക. 2 വർഷിപ്പ് ചെയ്യുക. 3 ദൈവദിനം വായിക്കുക. സിമ്പിളായിട്ട് ദൈവദിനം എപ്പോഴും വായിക്കുക. 2 വർഷിപ്പ് ചെയ്യുക. 3 എന്താണ് ലോകത്തെ പിടിയുക. 4 നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വെറുതെ സംസാരിച്ചാൽ മതി. പോയി വായിട്ടിരുന്ന് നമ്മൾ 1 മണിക്കൂർ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് കുടുംബമായിട്ട് പ്രാർത്ഥിക്കാം, നിങ്ങൾ കൂട്ടായ്മ പ്രാർത്ഥിക്കാം, ഒന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യം, നിങ്ങൾ കാറിൽ സഞ്ചരിക്കാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ കിച്ചണിൽ ഇരിക്കാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ കിച്ചണിൽ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വെറുതെ ദൈവത്തോട് സംസാരിക്കണം. മറ്റുള്ളവർ കേട്ടാൽ നമുക്ക് എന്തോ കുഴപ്പമാണെന്ന് തോന്നുന്നു. അതിനും കുഴപ്പമില്ല. ദൈവത്തോട് പോയി കർത്താവേ ചോദിക്കണം, കർത്താവേ ഞാൻ കുക്ക് ചെയ്യും കേട്ടോ, ഞാൻ കുക്ക് ചെയ്യും, ഞാൻ നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഒരു കാര്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കത്തുള്ളൂ. 2ാമത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എങ്ങനെ ഉണ്ടാക്കണമെന്ന്. കാരണം ഞാൻ ഹോളി സ്പിരിറ്റ് ഗൈഡൻസിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയാം, ആരും നിങ്ങളാരും വരരുത്, ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിച്ചു നോക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് മസാല എത്ര വേണം കിടത്താൻ, മസാല ഇത്ര സ്പൂൺ ഇടാൻ പറയും, മുളക് എത്ര വേണം ഇത്ര സ്പൂൺ ഇടാൻ പറയും, ഉപ്പ് എത്ര വേണം കിടത്താൻ ഇത്ര ഇടാൻ പറയും, നിന്നെ എണ്ണ ഒഴിക്കാൻ പറയും. ഇങ്ങനെ അത് ചെയ്ത് ഇങ്ങനെ ഒരു ചെയ്ത് അവസാനം നല്ലൊരു ഫുഡായി വരും. പക്ഷെ നാളെ ഇത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. നാളെ നിങ്ങൾ ചോദിക്കുക അത് ഉണ്ടാക്കി തരാമെന്ന് വെച്ചാൽ അറിയത്തില്ല. കഴിഞ്ഞ ദിവസം കൊറിയൻ ഫാമിലിയോട് വന്ന് വന്നിട്ട് എൻ്റെ പുറകെ നിൽക്കുക. ഒരു കൊറിയക്കാരത്തിയാണ്, സൗത്ത് കൊറിയനാണ്. പുള്ളിക്കാരത്തി എൻ്റെ പുറകെ നിൽക്കുക. ഫാസ്റ്റ് ഹോട്ടലിലൊക്കെ കട്ട് ചെയ്യുന്നതല്ലാണ് ചിക്കനെ കട്ട് ചെയ്യുന്നത്. ഞങ്ങൾ നോക്കി നിൽക്കാൻ പറഞ്ഞു. ഞാൻ കട്ട് ചെയ്യുന്നു, കഴുകുന്നു, അതുപോലെ സൈഡിൽ പടപടപടാന്നിരിക്കുന്നു, എല്ലാം ചോപ്പ് ചെയ്തിട്ട് അവസാനം 1/2 മണിക്കൂർ കൊണ്ട് സംഭവം അവർക്ക് കഴിക്കാനുണ്ടായി കൊടുത്തു. എന്നോട് എന്നെക്കൊണ്ടൊന്ന് പഠിപ്പിക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു രക്ഷയില്ല. ഇത് ഹോളി സ്പിരിറ്റിൻ്റെ പഠനം, പരിശുദ്ധാത്മാവിൻ്റെ പഠനമായത്. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്ത് വെക്കണം. ഞാൻ എത്രമാത്രം എന്തൊക്കെ ഇട്ടെന്നുള്ളത് വീഡിയോ എടുത്ത് വെക്കണം. ഹാലയില് എന്തെങ്കിലും മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. താങ്ക് യു ജീസസ്. ഞാൻ ഇവിടെ നിർത്തട്ടെ. കാരണം ഒരു നിമിഷം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 1, നിങ്ങൾക്കൊരു ദൈവസാന്നിധ്യം അറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 2, നിങ്ങൾക്ക് എന്താ പറയുന്നത്,
ചില ഡെലിവറൻസ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചില വിഷയങ്ങൾ ഇപ്പോൾ എടുത്ത് പ്രാർത്ഥിക്കാൻ പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യണമെന്നറിയാവോ? ആദ്യമേ ദൈവസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ദൈവസ്ഥാനത്തിന് വേണ്ടി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ദൈവത്തെ വിളിച്ചാലും ഹല്ലേലൂയ, ദൈവസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹോളി സ്പിരിറ്റ്, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീസസ്, ദൈവസാന്നിധ്യം ഇവരൊന്ന് രുചിച്ചറിയട്ടെ. പ്രസൻസ് ഓഫ് ഗോഡിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രസൻസിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രസൻസിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇൻ ദി നെയിം ഓഫ് ജീസസ്, ടച്ച് ഹോളി സ്പിരിറ്റ് നൗ. ഇൻ ദി നെയിം ഓഫ് ജീസസ്, ടച്ച്. ദൈവത്തിന് ശക്തിയിലോട്ട് ഒഴുകട്ടെ. യെസ്, നിങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ ദൈവസാന്നിധ്യം മനസ്സിലാകുന്നവരെന്ന് കരകീർത്തി. എനിക്കിവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ട് ദൈവസ്ഥാനത്തിന് ഇവിടെ ഇറങ്ങുന്നതായിട്ട്. റുഖാബാനാസി, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇരിക്കുന്ന ജനത്തിന് മേൽ ദൈവസ്ഥാനത്യം ഇറങ്ങട്ടെ. ഹാലേ, യെസ്, ദൈവസ്ഥാനത്യം. യെസ്, പ്രസൻസ് ഓഫ് ഗോഡ് നിങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രസൻസ് ഓഫ് ഗോഡ് നിങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യെസ്, നോക്കിയ പ്രസൻസ് ഓഫ് ഗോഡ് എല്ലാവരും രുചിച്ചറിയാതെ നിങ്ങളെ എല്ലാവരും രുചിച്ചറിയാതെ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ യെസ്, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിൽ മേൽ വന്നുകൊണ്ടിരിക്കുക. Receive now in the name of Jesus. യേശുവിന്റെ നാമത്തിൽ റിസീവ് ചെയ്യട്ടെ. യെസ്, എന്നെ കാണിക്കുന്നു, കർത്താവ് കാണിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. പലരിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. പലരും ഇങ്ങനെ ആത്മാവിന്റെ സാന്നിധ്യം വന്നുകൊണ്ടിരിക്കുക പലരിലോട്ട്. Thank you, Holy Spirit. Touch. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. യെസ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ പലരും രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. പലരും റുഖാബാന ശംബൽ കമന. യെസ്, യേശുവിന്റെ നാമത്തിൽ. യെസ്, താങ്ക് യു ജീസസ്. അന്യഭാഷ ഉള്ളവരൊക്കെ അന്യഭാഷ പറഞ്ഞു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവ്, ഈ കൂടെ ഞാൻ ഹീലിംഗ്സ് വേണ്ടി പ്രാർത്ഥിക്കും. ഹീലിംഗ്സ് നിങ്ങൾക്ക് ആർക്കാരും ഹീലിംഗ്സ് വേണമെങ്കിൽ ഒന്ന് വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചോടെ, അല്ലെങ്കിൽ ആ വിഷയത്തോട് പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗമുണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല, ദൈവനെ വെളിപ്പെടുത്തിയൊന്നുമില്ല, അവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാട്ടെ. അടിപ്പണ്ടലുകളെ സൗഖ്യമാട്ടെ. കർത്താവ്, ആ ദൈവ സാന്നിധ്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. ടച്ച്, വിടുതൽ വ്യാപരിക്കട്ടെ. ഞാൻ ഡയബറ്റിക്, പ്രഷറും ഷുഗറൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കും. അത് നോർമലാട്ടെ, എല്ലാം നോർമലാട്ടെ. പ്രഷർ നോർമലായിട്ട്, എല്ലാം നോർമലാട്ടെ. കർത്താവ്, എല്ലാം നോർമലാട്ടെ. കൊളസ്ട്രോൾ നോർമലാട്ടെ, എല്ലാം നോർമലാട്ടെ. ശരീരത്തിലെ എല്ലാ അവസ്ഥകളും മാറട്ടെ. മെഡിസിൻ കഴിക്കുന്ന എല്ലാം കർത്താവ് നോർമലാട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവ്, രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ്, ഹീൽ, ബി ഹീൽ. പരിശുദ്ധാത്മാവേ, ബി ഹീൽ നൗ. യേശുവിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദാരിദ്ര്യത്തിന്റെ ഒരു ആത്മാവുണ്ട്. ദാരിദ്ര്യത്തിന്റെ ആത്മാവ് നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം, പോട്ടിന്ന് പറയും, ശരിയാണല്ലേ? ദാരിദ്ര്യത്തിന്റെ ആത്മാവ് ഭവനത്തിലുണ്ട്. നിങ്ങളെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ വിട്ടിരിക്കുക. അത് നിങ്ങൾ തന്നെ ശാസിക്കണം. അതിനെ എപ്പോഴും കരയോളത്തിൽ പറയണം, യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യത്തിന്റെ ആത്മാവ്. എന്റെ മലയാളം കാണാൻ തോന്നും. പോട്ടെന്ന് പറയണം, യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനം വിട്ട് പോവുക. കർത്താവ് എനിക്ക് സമൃദ്ധി ഒന്നാണ്. യേശു വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തിയതിന് എനിക്ക് സമൃദ്ധി തരാൻ വേണ്ടിയാണ്. ആ യേശുവിന്റെ സമൃദ്ധി എന്റെ ഭവനത്തിൽ വരട്ടെ. എപ്പോഴും ഇങ്ങനെ പറയണം. നമ്മൾ തന്നെ വായോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇല്ല എന്ന് പറയരുത്. എനിക്ക് ദാരിദ്ര്യം എന്ന് പറയരുത്. അവനത് കേട്ട് ഇങ്ങനെ ബന്ധിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ കർത്താവ് പിടിതെടുത്ത് കളയും. ഒരു വലിയ പെരുമാവിനെ പോലുള്ള ഒരു പൈശാചിക ശക്തി. അത് പെരുമാവിനെ പോലെ ദൈവനെ കാണിക്കുന്നത് വലിയൊരു. ഇന്നലെ മിനിഞ്ഞാന്ന് കൂടെ ഞാൻ കണ്ടു, രാത്രിയില് വലിയൊരു പെരുമാവിനെ കണ്ടു. കറക്റ്റ് ദൂത് വരുന്നുണ്ടോ? ആ പെരുമാവിനെ കർത്താവ് ഇപ്പൊ എടുത്തോണ്ട് ഒരു ദൂതം വന്നിട്ട് അതിന്റെ പെടലിക്കും അതിന്റെ കാലിനും പിടിച്ച് അതിന്റെ വാലിന്റെ അറ്റത്ത് പിടിച്ച് അവൻ എടുത്തോണ്ട് പോവാ. ഇനി നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആ ആത്മാ പോവാ. യേശുവിന്റെ നാമത്തിൽ സഹോദരിയുടെ വീട്ടിൽ കറങ്ങിടിച്ചിടക്കുന്ന ആ പെരുമാവിന്റെ ശക്തി പോലെ ആ നിൽക്കുന്ന ആ പൈശാചിക ശക്തിയെ, ആ പെരുമാവിനെ നമുക്കറിയാമല്ലോ, വിഴുങ്ങിക്കളയാം. ഈ നമുക്ക് പെരുമാവിനെയൊക്കെ അറിയാമല്ലോ, എപ്പോഴും ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളൊക്കെ വിഴുങ്ങി. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും വിഴുങ്ങിക്കൊണ്ടിരിക്കുക പിശാച്.
നിങ്ങളുടെ കുഞ്ഞ് എത്ര സമ്പത്ത് വന്നാലും അനുഭവിക്കാൻ പറ്റുന്നില്ല. വെറുതെ ഉപകാരമില്ലാതെ നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് കർത്താവില്ലാത്ത വിടുതൽ തന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് ആ ആത്മാവിനെ കർത്താവ് എടുത്തു മാറ്റുക. ഒരു സ്തോത്രം പറ, കർത്താവ് എടുത്തു മാറ്റുക ആത്മാവിനെ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഡെലിവറൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ കർത്താവായിട്ട് നടന്നേ പറ്റത്തുള്ളൂ. ഇപ്പൊ സഹോദരി ഞാൻ പറയാതെ തന്നെ സഹോദരി എല്ലാം ഇങ്ങോട്ട് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതിന്റെ ഞാൻ അറ്റം തൊട്ടേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഡെലിവറൻസ് കിട്ടണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബ്ലെസ്സിങ്സിന്റെ, നമ്മുടെ മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിങ്സിനെല്ലാം പുറകിൽ ഒരു ആത്മാവുണ്ട്. മീൻസ് നമ്മളെ നശിപ്പിക്കുന്ന ആത്മാവുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ആത്മാവ്, നമ്മൾ ദാരിദ്ര്യത്തിൽ കൊണ്ടുവന്ന ആത്മാവ്. അപ്പൊ ഇതിനെല്ലാം തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിന്റെ കൂടെ നടന്നേ പറ്റത്തുള്ളൂ, ആത്മാവിൽ നടന്നേ പറ്റത്തുള്ളൂ, എപ്പോഴും വചനം വായിച്ചേ പറ്റത്തുള്ളൂ, ലോകത്തിനെ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ നടന്ന് കർത്താവ് ഒപ്പം വിടുതൽ വരും നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഒരു ആത്മശക്തി വ്യാപരിക്കുക. ദൈവാത്മാവ് നിങ്ങൾ പകർന്നുകൊണ്ടിരിക്കുക. ദ നെയിം ഓഫ് ജീസസ്. ഒരു ആത്മസാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. ടച്ച് ഹോളി സ്പിരിറ്റ്. ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ സാന്നിധ്യം ഇപ്പൊ സഹോദരി മേൽ വരട്ടെ. താങ്ക് യു ജീസസ്. തൊട്ടിരിക്കുന്ന ആശ്വാസം ഒരു സാന്നിധ്യം വരുന്നുണ്ടല്ലേ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുന്നില്ലേ? സഹോദരി മേൽ ദൈവ സാന്നിധ്യം വരുന്നില്ലേ? പോയോ? ഓക്കെ. വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നേ? ഫീൽ ചെയ്യണ്ട. ദൈവസാന്നിധ്യം വന്നോടെ. ഇതാണ് നമ്മള് ഈ ഒരു ദൈവസാന്നിധ്യത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങൾ അല്ല ചുമ്മാ നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്നൊരു കാര്യമില്ല. നിങ്ങൾ ഈ ഒരു ദൈവസാന്നിധ്യത്തിൽ എപ്പോഴും ഇതാണ് ദൈവസാന്നിധ്യം. ഈ ദൈവസാന്നിധ്യം വരുമ്പോൾ കരച്ചിൽ വരും, നമുക്ക് ഡെലിവറൻസ് കിട്ടും, നമുക്ക് ഭാവബോധം വരും, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ഹസ്ബൻഡ് വിടുതൽ പ്രാപിക്കും, നമ്മുടെ ഭവനം പിടിക്കപ്പെടും. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. സത്യമാണ്, കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, അത്ര കരച്ചിൽ വരുന്നു. ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ.